നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിളിലെ ആദ്യത്തെ പുസ്തകത്തെ നമുക്കൊന്ന് നോക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്തത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് പ്രതീകങ്ങളിലൂടെയാണ് ബൈബിളിൽ ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ കാണാം. അതിലൊന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. സന്തോഷമാണോ? ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് പഴയ നിയമത്തിലെ ഒരു വാക്യം നമുക്ക് എടുക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവളത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. ബൈബിളിൽ കാണുന്ന ആദ്യത്തെ വസ്ത്രമാണ് എന്ത്? അത്തിയിലകൾ കൊണ്ട് വസ്ത്രമുണ്ടാക്കുന്നു. ആദം ഹവ്വയും. ഡിവൈനിലെ പനക്കിലച്ചൻ ഈ ഭാഗം പറയുമ്പോൾ വളരെ സുന്ദരമായിട്ട് അച്ഛൻ പറയും, അവർ അത്തിയിലകൾ കൊണ്ട് വസ്ത്രമുണ്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പറ്റി നല്ല വെയിൽ വന്നു. വെയിൽ വന്നപ്പോൾ അത്തിയിലകളെല്ലാം ഉണങ്ങിപ്പോവുക മാത്രമല്ല, ഇല ചുരുണ്ട് പൊങ്ങിപ്പോയി അത്രേ. അപ്പോൾ അവർ ഉടുത്തതും ഉടുക്കാത്തതും കണക്കായി എന്നാണ് അച്ഛൻ പറയാറുള്ളത് ഈ ഭാഗത്തെ പറ്റി. അപ്പൊ അത്തിയിലകൾ കൊണ്ട് മനുഷ്യന്റെ നഗ്നത മറയ്ക്കാൻ കഴിഞ്ഞില്ല. കഴിയാതെ വന്നപ്പോൾ ഇനിയാണ് രക്തത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം. ശ്രദ്ധിക്കണം. 3:21 വാക്യം. ഉൽപ്പത്തി 3:21 വാക്യം. ബൈബിളിൽ ആദ്യമായി രക്തത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണത്. വായിക്കാമോ? 21 വാക്യം. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയും ധരിപ്പിച്ചു. ഒന്നുകൂടെ വായിക്കാമോ? ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയും ധരിപ്പിച്ചു. ഈ വാക്ക് ഇവിടെ എങ്ങനെയാ രക്തത്തെക്കുറിച്ച് കാണുന്നതല്ലേ? നമ്മൾ ചിന്തിക്കും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? തോലുകൊണ്ട്, അതായത് അത്തിയിലകൾ കൊണ്ട് അവരുടെ നഗ്നത മറയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം തോൽവസ്ത്രമുണ്ടാക്കി. നമുക്ക് സംശയിക്കാം, വേണമെങ്കിൽ ഒരു മരത്തിന്റെ തോലുണ്ടാക്കി കൂടെ? മരത്തിന്റെ തോലാണെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളിൽ ബാർക്ക് എന്ന വാക്കാണ് ഉപയോഗിക്കുക. മരത്തിന്റെ തോലിന് ബാർക്ക് എന്ന വാക്കാണ് ഉപയോഗിക്കുക. മൃഗത്തിന്റെ തോലാണെങ്കിൽ ആനിമൽ സ്കിൻ എന്നാണ് ഉപയോഗിക്കുക. ഇത് ഇംഗ്ലീഷ് ബൈബിളിൽ, മിക്കവാറും ഇംഗ്ലീഷ് ബൈബിളിൽ ആനിമൽ സ്കിൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ചില ബൈബിൾ സ്കിൻ ആണെങ്കിൽ മനുഷ്യന്റെ തൊലിയെ പറയുള്ളൂ, അല്ലേ? മൃഗത്തിന്റെ തൊലിയാണെങ്കിൽ എന്ത് പറയണം? ആനിമൽ സ്കിൻ എന്ന് പറയണം. എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ ബൈബിൾ എഴുതിയ, പഴയ നിയമം എഴുതിയ ഭാഷ ഹീബ്രു ഭാഷയാണ്, ഹെബ്രായ ഭാഷയാണ്. ഹെബ്രായ ഭാഷയിൽ ആ തോൽ എന്ന പദം എഴുതിയിരിക്കുന്നത് ഓർ എന്ന വാക്കാണ്. ORE എന്ന് പറഞ്ഞാൽ മൃഗത്തിന്റെ തോൽ എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണമേ, ദൈവമായ കർത്താവ് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവരുടെ നഗ്നത മറയ്ക്കാൻ അവർക്ക് അത്തിയിലകൾ കൊണ്ട് സാധിക്കാതെ വന്നപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ഒരു മൃഗത്തെ കൊല്ലുകയും ആ മൃഗത്തിന്റെ തോൽ ഉരിഞ്ഞെടുക്കുകയും ആ തോലുകൊണ്ട് അവരെ ഉടുപ്പിക്കുകയും ചെയ്തു. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇതാണ് ബൈബിൾ പണ്ഡിതന്മാരും പറയുന്നത്. ആ വാക്കിൽ നിന്നാണ് ഇതെല്ലാം രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പൊ മൃഗത്തെ കൊല്ലാതെ എങ്ങനെ മൃഗത്തിന്റെ തോലെടുക്കാൻ പറ്റും? അതുകൊണ്ട് ആദ്യത്തെ രക്തം ചിന്തൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ്. ഇതൊരു സൂചനയാണ്. മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെടാൻ അവൻ എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ, അവൻ അത്തിയിലകൾ കൊണ്ടോ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും നന്മപ്രവർത്തികൾ കൊണ്ടോ ചെയ്താൽ അവന്റെ പാപത്തിന് പരിഹാരമാവുകയില്ല. പിന്നെയോ അതിന് ഒരു രക്തം ചിന്തണം എന്നവിടെ സൂചന കാണുന്നു. മൃഗത്തിന്റെ രക്തമാണ് അവിടെ കാണുന്നത്. ചേർന്ന് പറഞ്ഞാൻ ഹല്ലേലൂയ, എന്നൊരൊക്കെ പറഞ്ഞാൻ ഹല്ലേലൂയ. പക്ഷെ ഇതെല്ലാം ഒരു കഥയായിട്ട് ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 1 മുതൽ 11 വരെ അധ്യായങ്ങൾ കാര്യമായിട്ടൊന്നും എടുക്കേണ്ട, അത് പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ് ആണ്. അത് വലിയ കഥയൊന്നുമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു വചനത്തിന് എന്ത് ഉത്തരം പറയും? അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. ബൈബിളിലെ എല്ലാ കാര്യങ്ങളും ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് എഴുതിയതാണ്. അത് അവിടെ എല്ലാം ദൈവനിവേശിതമാണ്. മാത്രമല്ല ഈ 1 മുതൽ 11 വരെ അധ്യായങ്ങളിൽ നിന്ന് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ഈ ഭാഗങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആദത്തിന്റെ ഹവ്വയുടെ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ഈ 1 മുതൽ 11 വരെ അധ്യായങ്ങളിലാണ്. നോഹയുടെ വെള്ളപ്പൊക്കത്തിന്റെ കാര്യം യേശു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കെട്ടുകഥയാണെങ്കിൽ യേശു പറയുമായിരുന്നോ? നിങ്ങളൊന്നും പറയാത്തെന്താ? അപ്പൊ അത് കെട്ടുകഥയാണെങ്കിൽ യേശു കള്ളനായി മാറിയില്ലേ? അപ്പൊ ആ ചോദ്യത്തിന് എന്ത് ഉത്തരം പറയും? ആ ചോദ്യത്തിന് ഉത്തരവൊന്നുമില്ല. അത് അംഗീകരിക്കാതെ നിവൃത്തിയില്ല. ഇപ്പൊ ബൈബിളിന്റെ ആദിയോടന്തം തുളസിയുടെ കാര്യം പറഞ്ഞ പോലെയാ. തുളസി ചെടി അതിന് വേര് നല്ലതാണ്, തണ്ട് നല്ലതാണ്, പൂ നല്ലതാണ്, ഇല നല്ലതാണ്. എന്തെങ്കിലും കളയാനുണ്ടോ തുളസിയുടെ? എന്നതുപോലെ ദൈവവചനത്തിൽ ഒന്നും നമുക്ക് കളയാനില്ല.
എന്നുള്ളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഞാൻ ഈ എടുക്കുന്ന ക്ലാസ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാതെ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഉള്ള കാര്യം പറയാം, തുടക്കം മുതൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. തുടക്കം മുതൽ ഉറങ്ങാൻ ശ്രമിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. മരിച്ച ശവശരീരത്തിന്റെ വായിലേക്ക് തേനൊഴിച്ചാൽ ശവം പറയോ നല്ല മധുരമുണ്ടെന്ന് പറയോ? ഇല്ല, ഒരു രക്ഷയുമില്ല, മനസ്സിലാക്കാൻ പറ്റൂല. ശ്രദ്ധിച്ചിരിക്കണം, നല്ല മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ആദ്യത്തെ രക്തച്ചൊരിച്ചിൽ എവിടെയാണ് നടന്നത്? ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ 21-ാം വാക്യം. ഒരു മൃഗത്തിന്റെ തോൽ ഉരിഞ്ഞെടുത്തു എന്ന് പറഞ്ഞ ഒരു മൃഗത്തെ കൊന്നു. അല്ലെങ്കിൽ ആ തോൽ എന്ന പദം മൃഗത്തിന്റെ തോല് തന്നെയാണ്, ഓർ എന്ന ഹെബ്രായ പദമാണെന്ന് ഞാൻ കണ്ടു. 4-ാമത്തെ അധ്യായത്തിലേക്ക് പോകുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം. 4-ാമത്തെ അധ്യായം വളരെ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന കാര്യങ്ങളാണ് പലരും പഠിച്ചു വെച്ചിരിക്കുന്നത്. കായന്റെയും ആബേലിന്റെയും കാര്യം കുട്ടികളോടത് സൺഡേ സ്കൂളിൽ അധ്യാപകർ പഠിപ്പിക്കുമ്പോഴും അവിടെയും കുഴപ്പമാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്താണ് പഠിപ്പിച്ചത്? ഇപ്പൊ കുട്ടികളോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ മുതിർന്നവരോടാകട്ടെ നമ്മൾ ചോദിക്കുന്നു, കായന്റെ ആബേലിന്റെ യാഗം, കായന്റെ യാഗം ദൈവം സ്വീകരിച്ചില്ല, ആബേലിന്റെ യാഗം സ്വീകരിച്ചു അല്ലെ? കായൻ എന്താണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പറയും, പേര് എന്താണ് പറയാ? കായൻ എന്തോ കൊള്ളില്ലാത്ത കൊണ്ട് കൊടുത്തു. ഈ പുസ്തകത്തിലൊന്ന് കാണിക്കാൻ പറ്റുമോ കായൻ കൊള്ളില്ലാത്ത കൊടുത്തു എന്ന്? അങ്ങനെ ഒരു വാക്ക് ബൈബിളിൽ എഴുതിയിട്ടില്ല. കായൻ കൊള്ളില്ലാത്തത് കൊടുത്തു എന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. നിങ്ങൾ നോക്കൂ, 4-ാമത്തെ അധ്യായത്തിന്റെ 2 മുതൽ വാക്യങ്ങളൊന്ന് വായിച്ച്. 2 മുതൽ വാക്യങ്ങൾ, ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിന്റെ 2 മുതൽ വാക്യങ്ങൾ. പിന്നീട് അവൾ കായന്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആട്ടിടയനും കായൻ കൃഷിക്കാരനുമായിരുന്നു. ഒരിക്കൽ കായൻ തന്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിലെ കടലിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവന്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു, എന്നാൽ കായനിലും അവന്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. എന്തുകൊണ്ട് കായനിൽ പ്രസാദിച്ചില്ല? കായൻ കൊള്ളില്ലാത്തത് കൊടുത്തു നമ്മൾ പറയുന്നു. പുസ്തകത്തിൽ കാണിച്ചു തരൂ. പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല. പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? കായൻ തന്റെ വിളവിൽ ഒരു ഭാഗം കൊടുത്തു. കുറെ വിളവുകൾ ഉണ്ടായി, അതിൽ കുറച്ച് ഭാഗം കർത്താവിന് കൊടുത്തു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് കായൻ കൊള്ളില്ലാത്ത കൊടുത്തു എന്ന് പറയുന്നത്? നമുക്ക് മനസ്സിലായില്ല. ഇതെന്താ പുള്ളിക്കാരന്റെ യാഗം സ്വീകരിച്ചതെന്ന് മനസ്സിലായില്ല. അപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർത്ത് കൊടുത്തു. എന്തെങ്കിലും ചീഞ്ഞതൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും പ്രസാദിക്കാതിരുന്നത്. നമ്മുടെ അനുമാനമാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ അത് ശ്രദ്ധിക്കണം എന്താന്നുള്ളത്. എന്താ കാര്യം എന്നറിയാമോ? ബൈബിളിന്റെ പുതിയ നിയമത്തിൽ നിന്നൊരു വാക്യം എടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരണം. അതുകൊണ്ട് ഇവിടെ ഒരു അടയാളം വെക്കണം, ഇത് കളയരുത്. പുതിയ നിയമത്തിൽ ഹെബ്രായ ലേഖനത്തിൽ ബൈബിളിന്റെ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ കിട്ടുന്ന പുസ്തകമാണ് ഹെബ്രായർക്കുള്ള ലേഖനം. 13 അധ്യായമുള്ള പുസ്തകമാണ് ഹെബ്രായ ലേഖനം. അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 22-ാം വാക്യം കിട്ടിയവർ ആദ്യം പേജ് നമ്പർ പറയണേ. ഹെബ്രായർക്കുള്ള ലേഖനം 9-ാമത്തെ അധ്യായത്തിന്റെ 22-ാം വാക്യം. 336. മിടിക്കാണല്ലോ, നീ പെട്ടെന്ന് എടുത്തല്ലോ. 336 336 ബൈബിളിന്റെ അവസാന ഭാഗത്താണ് ഹെബ്രായർക്കുള്ള ലേഖനം. 13 അധ്യായമുള്ള പുസ്തകമാണ്. ആ ലേഖനം ആരാണ് എഴുതിയതെന്ന് നിശ്ചയില്ല. അതുകൊണ്ട് കുർബാനയിൽ ഈ ഭാഗം വായിക്കുമ്പോൾ ഹെബ്രായർക്കുള്ള ലേഖനം എന്ന് മാത്രമേ വായിക്കുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനെന്നോ മറ്റാരെങ്കിലും എഴുതി വായിക്കില്ല. ഹെബ്രായർക്കുള്ള ലേഖനം എന്ന് മാത്രമേ വായിക്കാറുള്ളൂ. 9-ന്റെ 22-ാം വാക്യം. 9-ന്റെ 22 പേജ് നമ്പർ 336. 336 വായിക്കണേ. നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. അടുത്ത വാക്ക്, രക്തം ചിന്താതെ പാപമോചനമില്ല. എല്ലാവരും ഒന്ന് പറയാമോ? രക്തം ചിന്താതെ പാപമോചനമില്ല. അപ്പൊ പാപമോചനത്തിന് എന്ത് വേണം? രക്തം ചിന്തണം. ബൈബിളിന്റെ വ്യവസ്ഥയാണ്, ദൈവമായ കർത്താവിന്റെ വ്യവസ്ഥയാണ്. പാപമോചനം മനുഷ്യന് കിട്ടണോ, മനുഷ്യന് വേണ്ടി യേശുക്രിസ്തു രക്തം ചിന്തണം എന്നാണ് അതിന്റെ പൊരുൾ. എന്നാൽ പഴയ നിയമത്തിൽ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അത് പ്രതീകങ്ങളുടെയായിരുന്നു. പ്രതീകങ്ങൾ, യേശുവിന്റെ ക്രൂശുമരണത്തിന്റെ പ്രതീകമായിരുന്നു എന്ത്? പഴയ നിയമത്തിൽ ആളുകൾ യാഗത്തിന് ആടിനെ കൊണ്ടുപോകുന്നു, കാളകളെ കൊണ്ടുപോകുന്നു, ചെങ്ങാലിപ്രാവുകളെ കൊണ്ടുപോകുന്നു. അവയെല്ലാം കഴുത്തറത്ത് കൊന്ന് അതിന്റെ രക്തം ഉപയോഗിക്കുന്നു. അതെല്ലാം വരാനിരിക്കുന്ന യേശുവിന്റെ ക്രൂശുമരണത്തിൽ ചൊരിയപ്പെടുന്ന രക്തത്തിന്റെ പ്രതീകങ്ങളായിരുന്നു. ഇപ്പൊ എന്താ നമ്മൾ പള്ളി പോകുമ്പോൾ ആടിനെ കൊണ്ടുപോകാത്ത, ആടിനെ യാഗർപ്പിക്കാൻ കൊണ്ടുപോകാത്തതിന്റെ കാരണം എന്താണ്? യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു. ഇനി ആടിനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. മനസ്സിലായി? അതുകൊണ്ടാണ്. ഭർത്താവ് വിദേശത്താണ്. ഭർത്താവ് വിദേശത്തായിരിക്കുമ്പോൾ ഭാര്യ ഒരു പക്ഷേ വീട്ടിലിരുന്ന ഫോട്ടോയിൽ നോക്കി കള്ളൻ കട്ടമീശക്കാരൻ എന്നൊക്കെ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ആ ഫോട്ടോയിൽ 2 ചുംബനം കൊടുത്തേക്കാം. പക്ഷേ ഭർത്താവ് പെട്ടെന്ന് വീട്ടിലേക്ക് വന്നാലോ പിന്നെ ഈ ഫോട്ടോയുടെ ആവശ്യമുണ്ടോ? ഒന്നും പറയുന്നില്ലല്ലോ. ഇനി ഫോട്ടോയുടെ ആവശ്യമില്ല. ഒറിജിനൽ ആൾ ഇവിടെ വന്നിരിക്കുന്നു. പിന്നെയും ഫോട്ടോ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള സ്ഥലമാണ്. തൊടുപുഴയിലുണ്ട്. ചെറിയ കേസൊക്കെ ആണെങ്കിൽ ഈ ആളൂരെടുക്കും കേട്ടോ.
അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പൊ അതിന്റെ ആവശ്യമില്ല. എന്നാ യാഥാർത്ഥ്യം വന്നു, പൊരുളായവൻ വന്നു, പിന്നെ നിഴലായതിനെ വേണ്ട. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആടിനെയോ കാളകളെയോ കൊണ്ടുപോകാത്തത്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയാ. ഇനി ഉൽപ്പത്തി 4 തന്നെ മടങ്ങി വരൂ. ഉൽപ്പത്തി 4 മടങ്ങി വരൂ. കായന്റെ ആബേലിന്റെ യാഗത്തിൽ നമ്മൾ അവിടെ മനസ്സിലാക്കുന്നു, കായന്റെ യാഗം എന്നെ എന്തുകൊണ്ട് തിരസ്കരിച്ചു, ദൈവം എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അവിടെയാണ് നമ്മൾ അല്പം ചിന്തിക്കണം. വരികൾക്കിടയിൽ വായിക്കണം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടി ചിന്തിച്ചു നോക്കണം. ദൈവം ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ തോലെടുത്തു, അല്ലെ? എന്നിട്ടാണ് അവരെ പൊതിഞ്ഞത്, അവരുടെ നഗ്നത മറച്ചത്, ആദത്തിന്റെയും ഹവ്വയെയും. അപ്പൊ ദൈവം മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് എന്താണ്? യാഗം അർപ്പിക്കുമ്പോൾ മനുഷ്യൻ രക്തത്തോടു കൂടിയ യാഗമേ അർപ്പിക്കാവൂ. അതിലാണ് ദൈവം പ്രസാദിക്കുക. കായൻ അർപ്പിച്ച യാഗം എന്താണ്? കായൻ കുറെ വെജിറ്റബിൾസ് കൊണ്ടുകൊടുത്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൃഷി വസ്തുക്കൾ കൊണ്ടുകൊടുത്തു. അതിൽ എന്തില്ല? നെൽമണിയിൽ എന്തില്ല? ഗോതമ്പ് മണിയിൽ എന്തില്ല? വെണ്ടക്കയിൽ എന്തില്ല? പറയൂ. രക്തമില്ല. എന്നാൽ ആബേലിന്റെ കുഞ്ഞാടിൽ എന്തുണ്ട്? രക്തമുണ്ട്. രക്തമുള്ളത് കൊണ്ടാണ് ദൈവം പ്രസാദിച്ചത്. ഇതാണ് ശരിയായ അർത്ഥം. പക്ഷെ അത് മനസ്സിലാക്കി കൊടുക്കാതെ ഇങ്ങനെ പറഞ്ഞു, കായൻ കൊള്ളില്ലാത്ത കൊടുത്തു. അപ്പൊ എളുപ്പമായല്ലോ, കാര്യം എളുപ്പമായി. അങ്ങനെ നൂറ്റാണ്ടുകളായി, തലമുറകളായി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. കായൻ കൊള്ളില്ലാത്ത കൊടുത്തു, അതുകൊണ്ട് പ്രസാദിച്ചില്ല. ആബേൽ കൊഴുപ്പുള്ളത്, കൊഴുത്തതിനെ കൊടുത്തത് കൊണ്ട് ദൈവം പ്രസാദിച്ചു. പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവം കൃഷിക്കാരനെ വിട്ട് ബിസിനസ്സുകാരന്റെ കൂടെ പോയിന്ന്. അങ്ങനെയും പറയുന്നവരുണ്ട്, അല്ലേ? കൃഷിക്കാരനെ വിട്ട് എന്നിട്ടോ ആട് ബിസിനസ് ചെയ്യുന്ന ആളുടെ കൂടെ പോയി. ഇതൊന്നുമല്ല കാര്യം. രക്തം ചിന്താതെ പാപമോചനമില്ല. രക്തത്തിന്റെ കണ്ടന്റ് ഉണ്ടാകണം. അതുകൊണ്ടാണ് ദൈവം പിന്നെ കായന്റെ യാഗത്തിൽ പ്രസാദിക്കാതിരുന്നതും ആബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചു. അപ്പൊ ന്യായമായിട്ടൊരു ചോദ്യം ചിന്തിക്കുന്നവർക്ക് ഇവിടെ ഉണ്ടാവും. ചിന്തിക്കുന്നവർക്ക് ന്യായമായിട്ടും ഒരു ചോദ്യം ഇവിടെ ഉണ്ടാവും. എന്താണ് ചോദ്യം? എന്നാൽ പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ വിവിധ യാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദഹനബലി, ധാന്യബലി, സമാധാന ബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി, പിന്നെ ലേവ്യർ 16 ഗ്രേറ്റ് അറ്റോൺമെന്റ് ഡേ എന്ന് പറഞ്ഞ മഹാപാപ പരിഹാര ബലി, ഹെബ്രായ ഭാഷയിൽ യോം കിപ്പൂർ, YOMKIPPUR, യോം കിപ്പൂർ എന്ന് പറയും. ആ മഹാപാപ പരിഹാര ബലിയെ കുറിച്ച് 6 യാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു യാഗം ധാന്യബലിയാണ്. ധാന്യങ്ങൾ അർപ്പിക്കുമ്പോൾ ധാന്യത്തിൽ എവിടെ രക്തം എന്നൊരു ചോദ്യം ന്യായമായിട്ടും ചോദിക്കാം. അതിന്റെ ഉത്തരം കൂടി കേട്ടോളൂ. ധാന്യബലിയിൽ രക്തമില്ല. പിന്നെ എന്തുകൊണ്ട് ദൈവം അതിൽ പ്രസാദിക്കുന്നു? ലേവ്യ പുസ്തകം എത്തിയപ്പോഴേക്കും യാഗത്തിന് വ്യവസ്ഥകൾ ദൈവം ഉണ്ടാക്കി. യാഗത്തിന് വ്യവസ്ഥകൾ വന്നു. ആ വ്യവസ്ഥകൾ വന്ന കാലഘട്ടത്തിലാണ് ധാന്യബലി അർപ്പിക്കുന്നത്. മാത്രമല്ല, ധാന്യങ്ങൾ ഇടിച്ചു പൊടിക്കണം. ഇടിച്ചു പൊടിച്ച് നേർത്ത പൊടിയാക്കണം. പഴയ കാലത്ത് പിന്നെ ഗ്രൈൻഡർ ഒന്നും ഇല്ലാത്ത കാലത്ത് ഇടിച്ചു പൊടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അമ്മമാര് അരിയൊക്കെ എങ്ങനെയാ ഉരലിലിട്ട് ഇടിച്ചു പൊടിച്ച് അരിപ്പ് കൊണ്ട് അരിച്ച് നേർത്ത പൊടിയാക്കും. വലിയ ബുദ്ധിമുട്ടാണ്. ആ നേർത്ത പൊടി, ഈ ധാന്യങ്ങൾ ഇടിച്ചു പൊടിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാകുന്ന ധാന്യം മനുഷ്യർക്ക് വേണ്ടി അടികൊള്ളുകയും ഇടിയേൽക്കുകയും പൊടിക്കപ്പെടുകയും ചെയ്തു എന്നതിന്റെ സൂചനയാണ് അതിൽ കാണുന്നത്. അതുകൊണ്ടാണ് ധാന്യബലിയെ അവിടെ ദൈവം എടുത്തിരിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആ ധാന്യങ്ങൾ, ഗോതമ്പ് പൊടിച്ച് ഇടിച്ചു പൊടിച്ച് അതിനെ അല്ലേ അപ്പമാക്കി മാറ്റുന്നത്. അപ്പൊ അത് ക്രിസ്തുവിന്റെ പ്രതീകമാണ്. മുന്തിരിച്ചാറ്, മുന്തിരി ഉടഞ്ഞു പിഴിയപ്പെടുന്നു. ക്രിസ്തു ദൈവക്രോധത്തിൽ ഉടഞ്ഞു പിഴിയപ്പെട്ടു എന്നാണ് ആ പ്രതീകങ്ങളിലൂടെ മനസ്സിലാക്കി തരുന്നത്. അപ്പൊ അവിടെ ധാന്യം എടുക്കാൻ കാരണം ക്രിസ്തുവിന്റെ യാഗത്തിന്റെ ഒരു പ്രതീകമായിട്ട് അവിടെ പിന്നെ ധാന്യമണിയിൽ കാണിക്കുന്നു. മാത്രമല്ല, യാഗത്തിന് അവിടെ വ്യവസ്ഥകളാകുന്നതിന് മുമ്പേ ഈ രക്തം തന്നെയാണ് അവിടെ കാണിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായവരെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാകാത്തവര് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചു പേർക്ക് മനസ്സിലാവില്ല, സാറില്ല, പതുക്കെ പതുക്കെ മനസ്സിലായിക്കോളും. അപ്പോ ഞാനിപ്പോ പറഞ്ഞു വരുന്നത് യേശുവിന്റെ രക്തത്തിന്റെ സൂചനകളെ കുറിച്ചാണ് പറയുന്നത്. ധാരാളം സൂചനകളുണ്ട് വേദപുസ്തകത്തിൽ. ഇങ്ങനെ രക്തത്തെ സംബന്ധിച്ച് ധാരാളം സൂചനകളുണ്ട്. ചേർന്ന് പറഞ്ഞേൻ ഹല്ലേലൂയ. ഇനിയും വേദപുസ്തകത്തിൽ നമ്മൾ നോക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിൽ പതിയുള്ളൂ. ഈ 3-ാമത്തെ അധ്യായത്തിൽ വളരെ രസകരമായതും എന്നാൽ ആഴത്തിലുള്ള ചില കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. 3-ാമത്തെ അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ. 23-24 ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? വായിക്കാമോ? കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു. പ്രിയപ്പെട്ടവരെ, 3 ദിവസം 3 രാത്രി 3 പകൽ 3 രാത്രി 3 പകൽ 3 ദിവസം 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 3 രാത്രി 3
എനിക്ക് അത്ഭുതം. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിൽ ജനിക്കുകയോ വളരുകയോ ചെയ്ത ആളല്ല. താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ധ്യാനത്തിൽ സംബന്ധിക്കുകയും അങ്ങനെ പിന്നീട് ധ്യാനാനുഭവത്തിലേക്ക് വരികയും അതിൽ നിരന്തരമായിട്ട് നിലനിൽക്കാൻ ദൈവം കൃപ നൽകിയത് കൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നു. എനിക്ക് ഈ പുസ്തകം കിട്ടിയത് ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഈ പുസ്തകമില്ലെങ്കിൽ പിന്നെ ഞാനില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത്ര പ്രധാനപ്പെട്ടതാണ് ബൈബിൾ. ധാരാളം ക്രൈസ്തവർക്ക് ബൈബിളിനെ കുറിച്ച് അവർക്ക് അജ്ഞതയാണ്. ബൈബിൾ കുറച്ച് കാര്യങ്ങൾ അറിയാം. ഒരു സക്കേവൂസ്, പിന്നെ ഒരു ധൂർത്തപുത്രൻ, പിന്നെ ഇത്തിരി മുന്തിരിവള്ളി, കാനായിലെ കല്യാണം, ധനവാനും ലാസറും. ഇത് വിട്ട് ആളുകളോട് ചോദിച്ചാൽ ആളുകൾക്ക് ആകെ കുഴപ്പമാവും. ഈ വേദപുസ്തകം മനസ്സിലാവാത്തതുകൊണ്ടാണ് ആളുകൾ നമ്മളെ പറ്റിക്കുന്നത്, അല്ലെങ്കിൽ നാം ചതിക്കപ്പെടുന്നത്, നമുക്ക് സത്യം മനസ്സിലാകാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ വീടിന് എന്തോ പ്രശ്നമുണ്ട്, വീടിന്റെ ദർശനം കിഴക്കോട്ടാകാത്തതുകൊണ്ടാണ് ഈ കുഴപ്പം, പൂർവികർ എന്തോ ചെയ്തുകൊണ്ടാണ് എല്ലാ ഇടിവെട്ടും എൻ്റെ തലയിൽ വന്ന് വീഴുന്നത്, എനിക്ക് കാർ അപകടം ഉണ്ടാകുന്നത്, എനിക്ക് രോഗം ഉണ്ടാവുന്നത്, ക്യാൻസർ ഉണ്ടാവുന്നത്, ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുന്നത്. ഈ പുസ്തകം ശരിക്കും മനസ്സിലാക്കിയാൽ എത്ര സുന്ദരമായിട്ട് ജീവിക്കാന്നോ. വലിയ പണമൊന്നും ഉണ്ടാവുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ നല്ല സമാധാനം, സ്വസ്ഥത ഉണ്ടാവുന്നുണ്ട്, നല്ല ധൈര്യം ഉണ്ടാകുന്നുണ്ട്, ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ ശക്തി ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ ബൈബിൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതാണ്. അപ്പൊ അതാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോ വായിച്ച വാക്കിൽ എന്താണ് നമ്മൾ കണ്ടേ? ഉൽപ്പത്തിയുടെ പുസ്തകം 3:23-24 വാക്യത്തിൽ ശ്രദ്ധിക്കണേ, എന്നാലും മനസ്സിലാവുള്ളൂ. ആദം ഹവ്വയും പാപം ചെയ്തപ്പോൾ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കിയിട്ടോ പടി അടച്ച് വെണ്ടം വെക്കാന്നൊരു പ്രയോഗമുണ്ട്. അത് മനസ്സിലാവണമെങ്കിൽ പഴയ കാലത്തെ ചില കാര്യങ്ങൾ പറയണം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്താണെങ്കിലും ഇവിടെ ഇവര് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്നിട്ടോ ദൈവം അവരെ പുറത്താക്കി ഇനി അകത്തേക്ക് കടക്കാതിരിക്കാൻ കെരൂബുകളെ കാവൽ നിർത്തി. മാത്രമല്ല എല്ലാ വശത്തേക്കും കറങ്ങുന്ന വാള് സ്ഥാപിച്ചു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 24 വാക്യം നോക്കൂ. മനുഷ്യനെ പുറത്താക്കിയ ശേഷം, വായിക്കാമോ എല്ലാവരും? മനുഷ്യനെ പുറത്താക്കിയ ശേഷം വഴി കാക്കാൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും സ്ഥാപിച്ചു. തീ ജ്വലിക്കുന്നതും എല്ലാ വശത്തേക്കും കറങ്ങുന്ന വാള്. ഞാൻ ചില വീഡിയോ ഗെയിമുകളൊക്കെ പരിശോധിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അല്ലാതെ എങ്ങനെ വേദപുസ്തകത്തിൽ എഴുതി വെച്ച് ഇതൊക്കെ വാസ്തവമാണോ എന്ന് ചിന്തിക്കും. കഥയായിട്ടാന്ന് പറയും. അല്ല, കഥയല്ല. ഞാൻ കാണിക്കാം. ഈ ഏദൻ തോട്ടത്തിലേക്ക് ഇനി ഏദൻ തോട്ടത്തിന്റെ വാതിലടച്ചു. അപ്പൊ ഏദൻ തോട്ടത്തിലേക്ക് ആരിനി പ്രവേശിക്കണ്ട, അല്ലെങ്കിൽ ആ വാതിലടച്ചു. ഇതൊരു പ്രതീകമാണ്. ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത് പഴയ നിയമത്തെ ബൈബിൾ പറയുന്നത് നിഴലുകൾ എന്നാണ്. പഴയ നിയമത്തെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? നിഴലുകൾ. പുതിയ നിയമം എന്താണ്? പൊരുളുകൾ. അതുകൊണ്ട് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ, ഞാൻ ഇതിനു മുമ്പ് ധാരാളം വീഡിയോ, ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന പോലെ ധാരാളം വീഡിയോസ് നമുക്ക് ഇന്റർനെറ്റിൽ കാണാൻ സാധിക്കും, അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നിഴൽ പൊരുൾ ബന്ധത്തിലാണ് ബൈബിൾ പഠിച്ചത്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ആശയം അങ്ങനെ തന്നെയാണ്. പഴയ നിയമത്തെ നിഴലുകൾ എന്ന് പറയും. ഈ ഭാഗം ഇവിടെ നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് ഇവിടേക്ക് വരാം. ഹെബ്രായർക്കുള്ള ലേഖനം 10-ാമത്തെ അധ്യായം 1-ാം വാക്യം. നേരത്തെ പറഞ്ഞ പേജ് നമ്പർ തന്നെയായിരിക്കണം. 336 337 ബൈബിളിന്റെ അവസാന ഭാഗത്ത് പേജ് നമ്പർ 336 അല്ലെങ്കിൽ 337 ഹെബ്രായർക്കുള്ള ലേഖനം, അതിന്റെ 10-ാം വാക്യം വായിക്കണേ. 10-ാം വാക്യം എല്ലാവരും എടുക്കണം, എല്ലാവരും വായിക്കണം. വായിക്കാൻ കഴിവുള്ളവര്, കാഴ്ചശക്തിക്ക് കുഴപ്പമില്ലാത്തവരൊക്കെ എടുത്ത് വായിക്കണം. വായിക്കാമോ? വായിച്ചോളൂ. നിയമം വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ്, അവയുടെ തനിരൂപമല്ല. ഒന്നുകൂടെ വായിക്കാമോ? നിയമം വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ്, അവയുടെ തനിരൂപമല്ല. അപ്പൊ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ നിയമം. ഓൾഡ് ടെസ്റ്റമെന്റ്. അത് എന്ത് മാത്രമാണ്? നിഴൽ മാത്രമാണ്. ഒന്നുകൂടെ വായിച്ചു നോക്കിയാൽ, നിയമം വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ്. 10-ാം വാക്യം ആന്റി, 10-ാം വാക്യം. നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ നിയമം എന്താണ്? നിഴൽ മാത്രമാണ്. അപ്പോൾ പുതിയ നിയമം എന്താണ്? പറയൂ. പൊരുളാണ്. നിഴലും പൊരുളും. ഞാനൊരു ധ്യാനം തന്നെ ഇങ്ങനെ നടത്തി. ഒരു ധ്യാനമല്ല, ധാരാളം ധ്യാനങ്ങൾ ഇങ്ങനെ നടത്താറുണ്ട് നിഴൽ പൊരുൾ ബന്ധത്തിൽ. അപ്പോൾ ആ ധ്യാനത്തിൽ പങ്കെടുത്ത എൻ്റെ ഒരു സുഹൃത്ത് പിന്നീട് ഏറെ കാലം കഴിഞ്ഞപ്പോൾ എന്നോട് കണ്ടിട്ട് ചോദിച്ചു, നന്ദു ബ്രദറെ, ഇപ്പൊ മറ്റേ ധ്യാനം ഉണ്ടോ? ഞാൻ ചോദിച്ചു, ഏത് ധ്യാനം ഉദ്ദേശിക്കണേ? ഇരുളും പൊരുളും. അയ്യോ, ഇരുളും പൊരുളും ഇല്ല, നിഴലും പൊരുളും ഉണ്ട്. എന്നാൽ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നിഴലും പൊരുളും എന്നുള്ളത് പോയി. ഇപ്പൊ എന്തായി? ഇരുളും പൊരുളുന്നായി. ഇരുളും പൊരുളും ഞാൻ അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല. പഴയ നിയമത്തെ എന്തെന്ന് പറയുന്നു? പറഞ്ഞോളൂ. നിഴലുകൾ എന്ന് പറയുന്നു. പുതിയ നിയമത്തെ എന്തെന്ന് പറയുന്നു? പൊരുളുകൾ എന്ന് പറയുന്നു. ഇപ്പൊ നോക്കുക, നമ്മൾ കണ്ടു
ആദത്തിന്റെ ഹവയുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടി ദൈവം ഒരു മൃഗത്തെ കൊന്നു. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഒരാടിനെ ആയിരിക്കാം കൊന്നതെന്നാണ് പറയുന്നത്. ആ ആട്ടിൻകുട്ടിയാണ് അതിന്റെ പൊരുളായിട്ട് യേശു ലോകത്ത് വന്നപ്പോൾ സ്നാപയോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോ യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹമാണ് ലോകത്തിന്റെ പാപം നീക്കുന്നത്. എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം ഒരു ആടിനെ കൊന്ന് അതിന്റെ തോൽ കൊണ്ട് മനുഷ്യന്റെ നഗ്നത മറച്ചു. ഇതിൽ ഏത് നിഴൽ, ഏത് പൊരുൾ? വിദ്യാർത്ഥികളുടെ മനസ്സിൽ കയറണില്ലല്ലോ ആശയം. പറഞ്ഞു, ഇതിൽ ഏതാണ് നിഴൽ, ഏതാണ് പൊരുൾ? പഴയ നിയമത്തിലെ ആട്ടിൻകുട്ടി എന്താണ്? നിഴലാണ്. എന്നാൽ യേശു എന്താണ്? പൊരുളാണ്. ഇനി നോക്കുക, ആബേൽ അർപ്പിച്ച ആട്ടിൻകുട്ടി, കടിഞ്ഞൂൽ ആട്ടിൻകുട്ടി, അതാണ് എന്ത്? നിഴൽ. യാഗങ്ങൾക്ക് വേണ്ടി എടുത്ത ആട്ടിൻകുട്ടി നിഴലാണ്. എന്നാൽ യുഗങ്ങൾക്ക് ശേഷം കാൽവരിയിൽ യാഗമായ ക്രിസ്തു എന്താണ്? പൊരുളാണ്. ഇതാണ് നിഴൽ പൊരുൾ ബന്ധത്തിൽ ബൈബിൾ പഠിക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പഴയ നിയമത്തിലേക്ക് വരൂ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് വരൂ. 3-ാമത്തെ അധ്യായത്തിൽ 23-ഉം 24 വാക്യത്തിൽ അവിടെ ഒരു നിഴൽ കാണാം. എന്താ നിഴൽ? പർദീസ അടച്ചു. ആദത്തെയും ഹവയെയും പർദീസയിൽ നിന്ന് പുറത്താക്കി പർദീസ അടച്ചു. ഒരു നിഴലാണ്. എന്തിന്റെ നിഴൽ? സ്വർഗം അടച്ചു. ഒരുത്തരെയും അങ്ങോട്ട് കേട്ടില്ല. മനുഷ്യൻ പാപം ചെയ്തു, അതുകൊണ്ട് സ്വർഗം അടച്ചു. ഞാൻ കാണിക്കാം, സ്വർഗം അടച്ചത് ഞാൻ കാണിക്കാം. പുതിയ നിയമത്തിലേക്ക് വരൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലേക്ക് വരൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3. പുതിയ നിയമത്തിൽ ബൈബിളിന്റെ വലതുവശത്താണ്, അവസാന ഭാഗത്താണ്. പേജ് നമ്പർ 137 അതിന്റെ 13-ാം വാക്യം. 137 പേജ് നമ്പർ 137. സ്വർഗം അടച്ചു എന്നത് ഞാൻ പറയുന്നല്ല, യേശു ക്രിസ്തു പറയുന്ന വാക്ക് ഞാൻ കാണിച്ചു തരാം. മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വർഗം അടച്ചു. യേശു ക്രിസ്തുവിന്റെ കാലം വരെ മരിച്ചുപോയ ഒരൊറ്റ ആള് സ്വർഗത്തിൽ പോയിട്ടില്ല. പിന്നെ എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കൂ. 3-ന്റെ 13-ാം വാക്യം. 3-ന്റെ 13-ാം വാക്യം. ജോൺ ചാപ്റ്റർ 3:13 വായിക്കാമോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഒന്നുകൂടെ വായിച്ചേൻ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഏതുവരെ? യേശുക്രിസ്തു നിക്കോദേമോസുമായി സംഭാഷണം നടത്തുന്ന ഭാഗമാണ് 3-ാമത്തെ അധ്യായം. ആ സംഭാഷണം നടത്തുന്ന ആ സമയം വരെ ഓരോറ്റണം സ്വർഗത്തിൽ പോയിട്ടില്ല. പിന്നെ മരിച്ചവർ എവിടെ പോയി എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്, അല്ലേ? അത് ഞാൻ പറയാം, ആവശ്യമെങ്കിൽ ഞാനത് പറയാം. ഇത്രയും മനസ്സിലാക്കുക. ഇവിടെ എന്തുകൊണ്ട് യേശു അങ്ങനെ പറഞ്ഞു? താൻ ക്രൂശിൽ മരിക്കാതെ സ്വർഗം തുറക്കുകയില്ല. പാപത്തിന് പരിഹാര ബലിയായി യേശു ക്രൂശിൽ മരിക്കാതെ സ്വർഗം തുറക്കുകയില്ല. അതുവരെ സ്വർഗം അടച്ചിരിക്കുകയാണ്. മനുഷ്യവർഗത്തിന് പാപപരിഹാര ബലിയായി ക്രിസ്തു അർപ്പിക്കപ്പെടണം. ഇപ്പോൾ ധാരാളം മനസ്സിൽ ചിന്തിക്കുന്നവരും വായിക്കുന്നവരുള്ളിൽ ചോദ്യം വരും, ഏലിയ പ്രവാചകനെ സ്വർഗത്തിൽ കൊണ്ടുപോയെന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അപ്പൊ അദ്ദേഹം എവിടേക്കാണ് പോയത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും. പക്ഷേ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് വരാം. ഇതുവരെ ഒരൊറ്റ ആളും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഏതുവരെ? യേശു യോഹന്നാൻ 3:13 പറയുന്നവരെ. ഇനി നോക്കൂ, പർദീസ അടച്ചു, അതിന് ചുറ്റും കറങ്ങുന്ന വാള് സ്ഥാപിച്ചു, അഗ്നി ജ്വലിക്കുന്ന കറങ്ങുന്ന വാള് സ്ഥാപിച്ചു. എന്നാൽ ഒരാൾ അതിലേക്ക് കയറാൻ ശ്രമിച്ചു. കയറിപ്പോൾ ആ വാൾ അദ്ദേഹത്തിന്റെ മേൽ വന്ന് വീണു. അദ്ദേഹം കൊല്ലപ്പെട്ടു. കയറുന്നത് ഞാൻ കാണിക്കാം. ആ പർദീസ തുറക്കാൻ ഒരാൾ കയറുന്നത് ഞാൻ കാണിക്കാം. അത് കാണുന്നത് എവിടെയാണെന്ന് പറയുമോ? സക്കറിയ പ്രവചനമാണ്. സക്കറിയ പ്രവചനം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ പഴയ നിയമത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴാണ് സക്കറിയ പ്രവചനം കാണുക. ഹഗായി പ്രവചനമൊക്കെ കഴിഞ്ഞിട്ടുള്ള പുസ്തകമാണ് സക്കറിയ. അതിന്റെ 13-ാമത്തെ അധ്യായം, സക്കറിയ പ്രവചനം 13, പേജ് നമ്പർ 1342. 1342 1342 1342 1343 അതാണ് പ്രവചന പുസ്തകത്തിന്റെ പേജ് നമ്പർ. പ്രവാചകൻ സക്കറിയ. സത്യവേദ പുസ്തകത്തിൽ സെക്കരിയാവ് എന്നാണ് ഈ പുസ്തകത്തെ പറയാ. നമ്മുടെ ബൈബിളിൽ സക്കറിയ പ്രവചനം കിട്ടിയെന്ന് കരുതുന്നു. 1342 എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ അതിന് വേണ്ടിയിട്ടാണ് പേജ് നമ്പർ പറയുന്നത്. പിന്നെ ഇവിടുന്ന് എടുത്ത ബൈബിൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിക്സൺ അച്ഛൻ അതിലിടയ്ക്ക് 500 രൂപയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയവർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചിലക്ക് മറച്ച് നോക്കുന്നുണ്ട്. ശരി, അപ്പോൾ നമുക്ക് നോക്കാം. സക്കറിയ പ്രവചനം 13-ാമത്തെ അധ്യായം 7-ാം വാക്യം. സക്കറിയ പ്രവചനം 13:7 വായിക്കാമോ?
സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ഇടയനെതിരെ, എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വാളെ നീ ഉയരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ. വാളെ നീ ഉയരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ. വായിക്കുന്ന ആൾ, ചിന്തിക്കുന്ന ആളാണെങ്കിൽ മനസ്സിലായി. എന്നാൽ ഒരു കറങ്ങുന്ന വാള് സ്ഥാപിച്ചിട്ടുണ്ടല്ലോ എവിടെ? പറുദീസയിൽ ആരും കയറാതിരിക്കാൻ വേണ്ടി. വാളെ നീ ഉയരുക, ഇടയനെ വെട്ടുക. ഒരാൾ അങ്ങോട്ട് കയറാൻ ശ്രമിക്കുകയാണ്, ആ പറുദീസയുടെ വാതിൽ തുറക്കാൻ കയറാൻ ശ്രമിക്കുന്നു. വാൾ ഉയർന്നു, ഇടയനെ വെട്ടി. ഇടയനെ വെട്ടുന്ന ഭാഗം ഞാൻ കാണിച്ചു തരാം. അത് പുതിയ നിയമത്തിലാണ്. ആ ഇടയൻ യേശുവാണ്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരണം, എന്നാലേ മനസ്സിലാവുള്ളൂ. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിലേക്ക് വരൂ. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിലേക്ക് വരൂ. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം, യേശുക്രിസ്തുവിന്റെ വാക്യം അവിടെ നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം. പേജ് നമ്പർ പറയൂ, കിട്ടിയവര് പേജ് നമ്പർ പറയണേ. 41 അല്ലേ? 26-ാമത്തെ അധ്യായത്തിന്റെ 42-ാമത്തെ പേജിലേക്ക് ഒരു അവസാന ഭാഗത്താണ് മത്തായി 26-ന്റെ 31-ാം വാക്യം. മത്തായി 26-ന്റെ 31. ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ, അല്ലാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും പുസ്തകം തിരിക്കുക മാത്രമേ ഉള്ളൂ, മനസ്സിൽ പതിയില്ല. മനസ്സിൽ പതിയണേ, നന്നായിട്ട് പതിയണം. 26-ന്റെ 31-ാം വാക്യം. 26-ന്റെ 31 വായിക്കാമോ? യേശു അവരോട് പറഞ്ഞു, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറും, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണോ എഴുതപ്പെട്ടേണേ? അല്ല, ഇവിടെ തെറ്റിച്ചാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറുന്നാണോ സക്കറിയ പ്രവചനത്തിൽ എഴുതിയേ? ആണോ? അത് വായിച്ചു മറന്നുപോയി. അതിനാണ് ഈ ബ്രഹ്മി എന്ന് പറയുന്ന സാധനം ഇടയ്ക്ക് കഴിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഓർമ്മ കൂടും. മറ്റുള്ളവർ 10 കൊല്ലം മുമ്പ് നമ്മളെ തെറി വിളിച്ചത് നമ്മൾ മറന്നിട്ടുണ്ടോ? ഏത് തെറിയാണ് വിളിച്ചത്, എത്ര ആക്കത്തിലും തൂക്കത്തിലുമാണ് പറഞ്ഞതെന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ വേദത്തിലെ വാക്കുകൾ മാത്രം തങ്ങി നിൽക്കില്ല. എന്താ സക്കറിയ പ്രവചനത്തിൽ വായിച്ചത്? വാളെ ഉയരുക, ഇടയനെ വെട്ടുക എന്നാണ് എഴുതിയത്. പക്ഷെ പുതിയ നിയമത്തിൽ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറും, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറും. അടിക്കുകയല്ല ചെയ്യുക, പിന്നെ എന്താ ചെയ്യുക? വെട്ടുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. താൻ ക്രൂശ് മരണത്തിന് വിധിക്കപ്പെടുകയാണ്, താൻ ക്രൂശിൽ ഭരിക്കാൻ പോവാണ്. ആ ക്രൂശ് മരണത്തെ പ്രതീകാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നതാണ് വാളുകൊണ്ട് വെട്ടുകൊണ്ട് മരിക്കുക എന്നുള്ളത്. അപ്പോൾ അടയ്ക്കപ്പെട്ട പറുദീസായിൽ യേശു ക്രിസ്തു കയറുന്നതിന് തുല്യമാണ് താൻ ക്രൂശിലേറിയത്. അപ്പോൾ വാൾ ഉയർന്നു, ഇടയനെ വെട്ടി, അവന്റെ രക്തം അവിടെ വീണു. അപ്പോൾ പറുദീസ തുറക്കപ്പെട്ടു. ഭൂമിയിലെ അല്ല, പിന്നെയോ പറ, സ്വർഗത്തിലെ പറുദീസ തുറക്കപ്പെട്ടു. വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. യാക്കോബായക്കാരുടെ പ്രാർത്ഥനയിലൊക്കെ സംബന്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ യാക്കോബായക്കാർക്ക് വേണ്ടി പ്രസംഗിക്കാൻ പല സ്ഥലത്തും പോവാറുണ്ട്. പനക്കലച്ചനാണ് ആദ്യം വഴി കാണിച്ചത്. പനക്കലച്ചൻ ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ പോകും, പിന്നെ ഞങ്ങൾ പോവാതിരിക്കുമോ? അപ്പോൾ ഞങ്ങളൊക്കെ പോയി അച്ഛൻ്റെ പുറകെ ഞങ്ങളൊക്കെ ധാരാളം സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. അവിടെ ചെന്നപ്പോഴെല്ലാം മനസ്സിലാക്കണം, അവരുടെ പ്രാർത്ഥനകൾ ഭയങ്കര ആഴത്തിലുള്ള പ്രാർത്ഥനകൾ. രാത്രി അവരുടെ സന്ധ്യാപ്രാർത്ഥന, അപ്രയം പുണ്യവാന്റെ പ്രാർത്ഥന, കർത്താവേ കൃപ ചെയ്യണമേ, പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ, മനോഹരമായ പ്രാർത്ഥനകൾ അവിടെ കാണാം. അവരുടെ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളൊക്കെ, അപ്രയം പുണ്യവാന്റെ ധാരാളം പ്രാർത്ഥനകളുണ്ട്. അവസാനം പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ അവിടുത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്ന് ധാരാളം പാട്ടുകൾ പാടും. എല്ലാവർക്കും പാട്ട് പാടാൻ കഴിയാവുന്ന പാട്ടുകളൊക്കെ അവർ പാടും, എല്ലാവരും ഒരുമിച്ച് പാടും. അത് കഴിയുമ്പോൾ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ വന്നൊരു സങ്കീർത്തനം വായിക്കും. സങ്കീർത്തനം വായിക്കുന്നതിന് മുമ്പ് ആ കുട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ ദർശിക്കുവാൻ എൻ്റെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഒന്നുകൂടെ പ്രാർത്ഥിക്കാം, കർത്താവേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ ദർശിക്കുവാൻ എൻ്റെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അയ്യോ, നിന്റെ ഹൃദയത്തിന്റെ കണ്ണ് പ്രകാശിപ്പിച്ചാലാ, അല്ലെങ്കിൽ പ്രകാശിച്ചാലാ ദൈവവചനത്തിൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയൂ. അല്ലാത്തവരൊന്നും കാണില്ല അതിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സക്കേബൂസും ധൂർത്തപുത്രനും, പിന്നെ ചത്തുപോയ അപ്പൂപ്പന്റെ പടം, അമ്മൂമ്മയുടെ പടം, കുറിക്കൈപ്പട, പിന്നെ കാണാതെ പോയ നൂറിന്റെ നോട്ട് ഒക്കെ കാണുന്ന സ്ഥലമായിട്ട് മാറും ബൈബിൾ. അങ്ങനെയുള്ളവർ പറഞ്ഞതിന് ഹല്ലേലൂയ. അത് തന്നെയാണ്. അപ്പൊ അതിലൊരു വ്യത്യാസം വരണം നമുക്ക് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നോക്കൂ, ആ ക്രമാനുഗതമായി പറഞ്ഞെന്ന് നോക്കൂ. ഉൽപ്പത്തിയിൽ നമ്മൾ കണ്ടു, പറുദീസ അടച്ചു. സക്കറിയ പ്രവചനത്തിൽ 13:7 കണ്ടു, ഇടയൻ കയറും, ഇടയൻ വെട്ടുകൊള്ളും. എന്നാൽ മത്തായി 26:31 വന്നപ്പോൾ ഇടയൻ കയറി വെട്ടുകൊണ്ടു, രക്തം താഴെ പോയി. അപ്പോൾ പറ, പറുദീസ തുറക്കപ്പെട്ടു. ഇത് എന്ന് പഠിക്കും ഇനി അല്ലേ? ഇനി എന്ന് പഠിക്കും? എത്രയോ കാലങ്ങളായി ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകണു. ഇത് ആർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോ യേശുവിന്റെ രക്തം മൂലമാണ് പറുദീസ തുറക്കപ്പെടുക. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ.
കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ പറയാം, കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി. ഹെബ്രായർക്കുള്ള ലേഖനം യേശുവിന്റെ കുരിശുമരണത്തിന്റെ ആ ശക്തിയും ആ യോഗ്യതയും ആ രക്തം എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഹെബ്രായർക്കുള്ള ലേഖനത്തിലേക്ക്. ഒരു ഹെബ്രായ ലേഖനത്തിലാണ് കൂടുതലും, കാരണം ഹെബ്രായ ലേഖനമാണ് ലേവ്യ പുസ്തകത്തിന്റെ പൊരുൾ മനസ്സിലാക്കണമെങ്കിൽ ഹെബ്രായ ലേഖനം വായിക്കണം. പഴയ നിയമത്തിലെ യാഗം മൃഗങ്ങളാണെങ്കിൽ പുതിയ നിയമത്തിലെ യാഗം ക്രിസ്തു. പഴയ നിയമത്തിലെ പള്ളി ജെറുസലേമാണെങ്കിൽ പുതിയ നിയമത്തിലെ പള്ളി മനുഷ്യൻ. പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ധാരാളമുണ്ട്, മഹാപുരോഹിതൻ, സാധാരണ പുരോഹിതന്മാർ. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവാണ് മഹാപുരോഹിതൻ. ഇതിന്റെ വ്യത്യസ്തത മനസ്സിലാക്കണമെങ്കിൽ രണ്ട് പുസ്തകങ്ങളും പഠിക്കണം, നന്നായിട്ട് പഠിക്കണം, വേർഡ് ബൈ വേർഡായിട്ട് പഠിക്കണം. കൂത്തും കോമയടക്കം നോക്കണം. ആർക്ക് സമയം അതിനല്ലേ വചനപ്പെട്ടി അങ്ങോട്ട് നോക്കാം, എടുക്കുക. ദുഷ്ടന്റെ ഭുജം തകർക്കപ്പെടും. എൻ്റെ ദൈവമേ, അത് തിരികെ കയറ്റി വെച്ചു, അടുത്തെടുത്തു. കർത്താവേ എന്നോട് സംസാരിക്കണമേ, ഈ ഭവനത്തിനെതിരെ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു, അതിനുള്ളിലേക്ക് തിരികെ കയറ്റി വെച്ചു. അങ്ങനെ 10-15 എടുക്കും, ഒരെണ്ണം കിട്ടും. എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരികയില്ല. മമ്മേ നോക്കൂ, എനിക്ക് കിട്ടിയ വചനം. അതുകൊണ്ടാ ഏതോ സിനിമയിൽ മോഹൻലാൽ പറയുന്നത് പോലെ, എന്താടോ വാര്യരെ ഞാൻ നന്നാവാത്തത്, അതിൻ്റെ കൂടെ ഞാൻ ഇത് കൂട്ടിച്ചേർക്കാണ്, ഈ പുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാത്തതുകൊണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആരും പറയുന്നില്ലല്ലോ ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം എടുക്കൂ, 10-ാമത്തെ അധ്യായം 19-ാം വാക്യം. 10-ാമത്തെ അധ്യായം പേജ് നമ്പർ 338, 337. കൊച്ചിൻ്റെ അമ്മ വന്നിട്ടുണ്ടോ? കൊച്ചിൻ്റെ അമ്മ, നീ എങ്ങനെ ബൈബിളൊക്കെ നന്നായിട്ട് എടുക്കണേ? അമ്മ ധ്യാനം കൂടാൻ പോകുന്ന ആളാണോ? അമ്മ ധ്യാനം കൂടാൻ പോകൂലേ? അപ്പച്ചനോ? ഇല്ല. അമ്മ പോവും. അമ്മ വന്നിട്ടുണ്ടോ ധ്യാനത്തിന്? ഇല്ല. എൻ്റെ അമ്മമാരൊക്കെ ധ്യാനം കൂടാൻ പോകുമ്പോൾ കുട്ടികളൊക്കെ ബൈബിളൊക്കെ എടുത്ത് പഠിക്കും കേട്ടോ. മറ്റേ ഇതൊക്കെ എടുത്തു വെക്കുക. തോണ്ടി തോണ്ടി ഞാൻ തളർന്നു ചുണ്ടുവിരൽ തേഞ്ഞ്, അത് എടുത്തു വെക്കുക. എന്നിട്ട് ബൈബിൾ എടുത്താൽ കൊള്ളാം. അപ്പച്ചന്മാരോട് കൂടിയാ, എന്നെയും പ്രതിക്കൂട്ടി നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഫോൺ തോണ്ടിയിരിക്കാതെ കുറച്ച് നേരം ആ പുസ്തകമൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ, വേദപുസ്തകം വായിച്ചു നോക്കൂ, വ്യത്യാസം കാണാം. നിങ്ങൾ അടുപ്പിച്ച് കുറേ നാൾ ബൈബിൾ വായിച്ചു നോക്കിയാൽ എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരും. മുഖ്യ മോളിയും വായിച്ചാൽ മതി, വായിച്ചു നോക്കൂ. നിങ്ങൾ അവിടെ ഇരുന്ന് വേദപുസ്തകം വായിച്ചു നോക്കൂ. വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരമാണത്. ദൈവത്തിൻ്റെ സ്വരം മനുഷ്യർക്ക് വ്യത്യാസമുണ്ടാക്കും. മാത്രമല്ല, അത് വായിക്കുന്നത് കാണുമ്പോൾ തന്നെ ആളുകൾ, ദൈവമേ ഇയാളെ എപ്പോഴും വേദപുസ്തകം വായിക്കണല്ലോ. അതൊരു സാക്ഷ്യം കൂടിയാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, എങ്കിലും അതൊരു സാക്ഷ്യമാണ്. വേദമായിട്ട് ബന്ധത്തിൽ വേണം. നിങ്ങൾ എന്തെങ്കിലും കത്തോലിക്കര് ബൈബിൾ കൊണ്ട് നടക്കണം കണ്ടിട്ടുണ്ടോ? കുർബാനയ്ക്ക് പോകുമ്പോൾ ബൈബിൾ കൊണ്ട് നടക്കോ? ഇല്ല. എന്നാൽ പ്രൊട്ടസ്റ്റന്റുകാരെ കണ്ടിട്ടുണ്ടോ? അവർ ഞായറാഴ്ച അവരുടെ ആരാധനയ്ക്ക് പോകുമ്പോൾ ബൈബിൾ കൊണ്ടുപോകും. അവർക്കൊരു മടിയില്ലേ കൊണ്ടുപോകാൻ. നമ്മൾ അവരെ കളിയാക്കും, ഓ പുത്തകം എടുത്ത് ഇറങ്ങി. ഈ പറയുന്ന ആൾ ഈ പുത്തകം കണ്ടിട്ടുണ്ടോ? എന്നിട്ട് പറയും, വി ആർ ക്രിസ്ത്യൻസ്, വി ആർ ഹല്ലേലൂയ പീപ്പിൾ. ബൈബിളായിട്ടൊരു ബന്ധമില്ല താനും. പിന്നെ കല്യാണത്തിൻ്റെ അന്ന് ഇന്ന് മുതൽ മരണം വരെ അതിനുവേണ്ടി തൊടും. അപ്പൊ ഞാൻ അങ്ങനെ പറയുന്നത്, വിഷമമുണ്ടോ നിങ്ങൾക്ക്? വിഷമം ഉണ്ടാവാനാ പറയണേ. അത്രയും തൊലിക്കെട്ടിയാ നിങ്ങൾക്ക്. ഇത്രയും പറഞ്ഞിട്ട് വിഷമം ഉണ്ടാവില്ലല്ലോ. എനിക്ക് അതാണ് വിഷമം. വായിക്കൂ, ഹെബ്രായ ലേഖനം 10-19 വാക്യം. ഹെബ്രായ ലേഖനം 10-19 വാക്യം വായിച്ചോളൂ. എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യം ലഭിക്കുന്നു. പിന്നെ എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നവീനവും സജീവവുമായ ഒരു പാത നമുക്കായി തുറന്നു തന്നിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ, മനസ്സിൽ പതിയട്ടെ കേട്ടോ, മനസ്സിൽ പതിയട്ടെ. എല്ലാവരും വായിച്ചേൻ. എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യം ലഭിക്കുന്നു. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ഇത് മനസ്സിലാവണമെങ്കിൽ കുറച്ച് കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾ ഈ കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുർബാനയെ സംബന്ധിച്ച് ഇവിടെ ഇങ്ങനെ ഒരു വിരി ഇട്ടേണ കാണാം, കണ്ടിട്ടില്ലേ? ഒരു ചുമന്ന വിരി. കുർബാനയുടെ ചില സമയത്ത് ആ വിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് കാണാം. ഇത് ജെറുസലേം ദേവാലയം അങ്ങനെയായിരുന്നു. ജെറൂസലേം എന്ന് പറഞ്ഞ, ജെറു എന്ന് പറഞ്ഞ നഗരം, ഷാലേം അല്ലെങ്കിൽ ഷാലോ എന്ന് പറഞ്ഞ സമാധാനം. ജെറുസലേം എന്ന വാക്കിന്റെ അർത്ഥം സമാധാന നഗരം എന്നാണ്. ഒരു സമാധാനം ഇല്ല എന്നുള്ളത് വേറൊരു വശം. ഇപ്പൊ നമ്മുടെ പേരൊക്കെ നല്ല പേരുകളല്ലേ? ചില പേര് കേട്ടാൽ ഞെട്ടും. സ്നേഹ അല്ലേ? വീട്ടിൽ പോയി നോക്കണം, ആള് പുലിക്കുട്ടിയാ, പുലിക്കുട്ടി അല്ലേ? ശാന്ത ഹൈന്ദവരുടെ പേരല്ലേ? ശാന്തിയുള്ളവളെന്നൊക്കെ ആയിരിക്കണം. വീട്ടിൽ ചെന്ന് നോക്കണം ശാന്തിയും ശാന്തിയൊക്കെ ആരാണെന്ന് അറിയണമെങ്കിൽ. അപ്പൊ ജെറുസലേം സമാധാന നഗരം എന്നാണ് പേരിന്റെ അർത്ഥം. യാതൊരു സമാധാനം ഇല്ല, ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ജെറുസലേം ദേവാലയത്തിൽ ഇങ്ങനെ കർട്ടൻ ഇട്ടിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കണമേ, കർട്ടന്റെ ഉള്ളിലുള്ള സ്ഥലത്തെ പറയുന്ന പേര് അതിവിശുദ്ധ സ്ഥലം അഥവാ മോസ്റ്റ് ഹോളി പ്ലേസ് എന്നാണ്. അതിൻ്റെ ഉള്ളിലൊരു സാധനം വെച്ചിട്ടുണ്ട്, വാഗ്ദാന പെട്ടകം, ഇംഗ്ലീഷിൽ കവനന്റ് ബോക്സ് എന്ന് പറയും. അതൊരു പെട്ടിയാണ്. ആ പെട്ടി ഖദിര മരം കൊണ്ട് അല്ലെങ്കിൽ കരിവേലകം മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കറുത്ത മരമാണ്, ഭയങ്കര ഹാർഡാണത്. എന്നിട്ട് അതിനെ സ്വർണം കൊണ്ട് പൊതിഞ്ഞേക്കാണ്. സ്വർണം കൊണ്ട് പൊതിയ. അമ്മമാര് ശ്രദ്ധിക്കണേ, സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില അല്ലേ? സ്വർണം കൊണ്ട് പൊതിഞ്ഞേക്ക. അത് പുറം മാത്രമല്ല പൊതിയണം, അതിന്റെ പെട്ടിയുടെ അകവും പൊതിയണം എന്ന് പറഞ്ഞേക്ക.
അത് നമ്മൾ ഓർപ്പിക്കുന്നത് നമ്മൾ പുറം മാത്രം നന്നായാൽ പോരാ. പറഞ്ഞേ, നിന്റെ അകം കൂടി നന്നാവണം. കക്കൂസ് പോലെ ഹൃദയം കിടക്കരുത്, നിന്റെ അകവും നന്നാവണം എന്നതിൻ്റെ സൂചനയാണ്. ആ പെട്ടിയുടെ ഉള്ളിൽ 3 കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്ന്, മോശയ്ക്ക് നൽകിയ 10 കൽപ്പനകളുടെ 2 പാറക്കല്ല്, പിന്നെ അഹറോന്റെ തളിർത്ത വടി, പിന്നെ സ്വർഗത്തിൽ നിന്ന് വീണ മന്ന ഒരു സ്വർണ്ണപാത്രത്തിലാക്കി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങൾ. എന്നിട്ട് അതിനെ ഒരു അടപ്പ് കൊണ്ട് മൂടി. ആ അടപ്പിന്റെ പേരാണ് കൃപാസനം. ഇംഗ്ലീഷിൽ മേഴ്സി സീറ്റ് എന്ന് പറയും. കൃപാസനം ആലപ്പുഴയിലുള്ളതല്ല കേട്ടോ, അത് വേറെ. ഇതാണ് ശരിക്കുള്ള കൃപാസനം. ഏത്? ഈ പെട്ടകത്തിന്റെ മേൽമൂടി. അതിന്റെ മുകളിൽ 2 മാലാഖമാർ മുഖത്തോട് മുഖം നോക്കി താഴേക്ക് ഇങ്ങനെ കൃപാസനത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അവിടെയാണ് മഹാപുരോഹിതൻ രക്തമൊഴിക്കാൻ വരിക. കൊല്ലത്തിലൊരിക്കൽ മാത്രം, ആണ്ടിലൊരിക്കൽ. ആ ആണ്ടിലൊരിക്കൽ എന്നാണ് യോം കിപ്പൂർ, മഹാപാപ പരിഹാര യാഗത്തിന്റെ അന്ന് 2 ആടുകളിൽ ഒന്നിനെ അവിടെ പള്ളിയുടെ മുമ്പിൽ വെച്ച് യാഗപീഠത്തിൽ വെച്ച് യാഗമർപ്പിക്കുകയും അതിന്റെ രക്തം ഇതിന്റെ ഉള്ളിലേക്ക് ഒഴിക്കാൻ കൊണ്ടുവരും. വെറും പുരോഹിതനല്ല വരാ, മഹാപുരോഹിതൻ. പഴയ നിയമത്തിൽ ആദ്യത്തെ മഹാപുരോഹിതൻ അഹറോനാണ്. അഹറോന് 4 മക്കളുണ്ട്. 1 നാദാബ്, 2 അബീഹു, 3 എലയാസർ, 4 ഇത്താമർ. 4 പേരും കൊച്ചച്ചന്മാരാണ്, മഹാപുരോഹിതനല്ല. മഹാപുരോഹിതനാണ് അകത്തേക്ക് വരേണ്ടത്. ആ മഹാപുരോഹിതൻ അകത്തേക്ക് രക്തം കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിൽ പാപമുണ്ടെങ്കിൽ അദ്ദേഹം അകത്ത് വെച്ച് മരിച്ചു പോകും. അദ്ദേഹത്തിന്റെ അരയിലോ കാലിലോ ഒരു കയറോ ഒരു ചങ്ങലയോ കെട്ടിയിട്ടുണ്ടാവുന്നതാണ് പാരമ്പര്യമായിട്ട് പറയുന്നതെന്ന് പറയുന്നു. വേദപുസ്തകത്തിൽ അതില്ല. അങ്ങനെ കയറുമ്പോൾ അദ്ദേഹം മരിച്ചു പോവും. എന്ത്? പാപമുണ്ടെങ്കിൽ. അതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പേടിയാണ്. ഈ അതിവിശുദ്ധ സ്ഥലം, ഇതാണ് അതിവിശുദ്ധ സ്ഥലം. ഇവിടെയുള്ള സ്ഥലത്തെ വിശുദ്ധ സ്ഥലം എന്ന് പറയും. അവിടെ ആളുകൾക്ക് നിൽക്കാനൊന്നും സ്ഥലമില്ല കേട്ടോ. ജെറുസലേം ദേവാലയത്തിൽ ഇവിടെയെല്ലാം ആളുകൾ നിൽക്കും. ഇവിടെ 3 ഉപകരണങ്ങളാണ് ഇരിക്കുന്നത്. ഈ കർട്ടന്റെ തൊട്ടു മുമ്പിൽ ധൂപപീഠം ഇരിപ്പുണ്ട്. പിന്നെ അതിന്റെ ഒരു വശത്ത് 12 അപ്പം വെച്ചിരിക്കുന്ന ഒരു മേശ വെച്ചിട്ടുണ്ട്. കാഴ്ചയപ്പത്തിന്റെ മേശ എന്ന് പറയും. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വിളക്കിരിപ്പുണ്ട്, ഒരു കവരവിളക്ക് എന്ന് പറയും. ആ കവരവിളക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം 50 കിലോ സ്വർണം കൊണ്ടാണ്. 50 കിലോ സ്വർണം കൊണ്ടാണ് അടിച്ചു പരത്തി ആ വിളക്ക് അവിടെ വെച്ചിരിക്കുന്നത്. ഇത് വിശുദ്ധ സ്ഥലം. ഇത് പറയൂ, അതിവിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർക്ക് കയറാം, അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന് മാത്രം. പിന്നെ മുറ്റത്ത് യാഗപീഠം ഇട്ടിട്ടുണ്ട്. മൃഗങ്ങളെ യാഗർപ്പിക്കുന്ന അവിടെയാണ്, മുറ്റത്താണ്. അവിടെ ഒരു താമ്ര തൊട്ടിയും വെച്ചിട്ടുണ്ട്. കൈയും കാലൊക്കെ വൃത്തിയായിട്ട് കഴുകാൻ സ്ത്രീകളുടെ കണ്ണാടി കൊണ്ടുണ്ടാക്കിയ, താമ്രം കൊണ്ടുണ്ടാക്കിയ ഒരു തൊട്ടി വെച്ചിട്ടുണ്ട്. ഈ ഉപകരണങ്ങളാണ് ഈ പഴയ നിയമത്തിലെ പള്ളിയിലുള്ളത്. ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഉറങ്ങുന്നവർക്കൊന്നും മനസ്സിലാവില്ല. ചിലർ ഉറങ്ങുക മാത്രമല്ല, തേനും വയമ്പും ഒഴുകിക്കിടക്കുകയാണ്. അവരിനി വിളിക്കേണ്ടതില്ല. അവർ 8:30 ഭക്ഷണം കഴിക്കാൻ മാത്രം വിളിച്ചാൽ മതിയാകും. ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പൊ ആ ജീവികൾക്ക് സമയമായിട്ടില്ല. സമയമാകുന്ന ഒരു സമയത്ത് അവരിത് കേട്ടുകൊള്ളും. അങ്ങനെ മഹാപുരോഹിത രക്തം കൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് നല്ല ധൈര്യത്തോടെ ആയിരിക്കോ വരാ, അതോ പേടിയോടെ ആയിരിക്കോ വരാ? പേടിയോടെ. ഇത്രയും കാര്യം മനസ്സിൽ വെച്ചിട്ട് ഒന്നുകൂടെ വായിച്ചത്, ഒന്നുകൂടെ വായിച്ചേൻ. 10:19 വാക്യം ഒന്നുകൂടെ വായിച്ചേൻ. എന്റെ സഹോദരരെ, യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. കേട്ടെ, ഇങ്ങോട്ട് നോക്കിയാൻ. വിശുദ്ധ സ്ഥലം, അവിടെ ശരിക്കും അതിവിശുദ്ധ സ്ഥലം എന്നാണ് ട്രാൻസ്ലേഷൻ, തെറ്റിയതാണ്. വിശുദ്ധ സ്ഥലം എന്നല്ല, അതിവിശുദ്ധ സ്ഥലം എന്നാണ് എഴുതേണ്ടത്. മഹാപുരോഹിതന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ പേടിയാണ്. ഈ അതിവിശുദ്ധ സ്ഥലം നിഴലാണ്. എന്തിന്റെ നിഴൽ? സ്വർഗത്തിന്റെ നിഴലാണ്. ആ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ഇനി പേടിക്കേണ്ട എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം നിന്റെ കർത്താവിന്റെ ചോര അവിടെ കൊണ്ട് തെളിച്ചിട്ടുണ്ട്. എവിടെ? ആ അതിവിശുദ്ധ സ്ഥലത്ത്. വാഗ്ദാന പെട്ടകത്തിന്റെ മുകളിൽ മഹാപുരോഹിതൻ ആടിന്റെ രക്തം തെളിക്കുന്നത് പോലെ യേശു തന്റെ ചങ്കിലെ ചോര അവിടെ തെളിച്ചിട്ടുണ്ട്. ഇത് ചിന്തിക്കുന്നവർക്ക് ആകെ സംശയം. എന്തെന്ന്? യേശു കാൽവരിയിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പാത്രത്തിൽ ചോര അങ്ങോട്ട് കൊണ്ടുപോയോ? അങ്ങനെ ചിന്തിക്കും. അല്ല, അങ്ങനെയല്ല. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്കൊരു 25 ലക്ഷം ലോൺ എടുക്കണം. ലോൺ എടുക്കാൻ ചെന്നപ്പോൾ മാനേജർ ചോദിച്ചു, ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ട് എല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എത്ര ഏക്കർ സ്ഥലമാണിത്? 25 ഏക്കർ ഉണ്ട് സാറേ. 25 ഏക്കർ ഉണ്ടോ? ഓക്കെ, ഇത് ഹൈവേയുടെ സൈഡിലാണെന്നാണല്ലോ പറഞ്ഞാണോ? ആണ്. ഓക്കെ, 25 ലക്ഷം തരാം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പിറ്റേ ദിവസം നമ്മുടെ 25 ഏക്കർ സ്ഥലം പിന്നെ ഒരു വണ്ടിയിൽ വെച്ച് തള്ളിക്കൊണ്ട് ബാങ്കിലേക്ക് വരല്ലേ ചെയ്യാ? അല്ല. സ്ഥലം ബാങ്കിലേക്ക് ആരും കൊണ്ടു കൊടുക്കണില്ലല്ലോ. സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്നതുപോലെ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച പാത്രത്തിൽ ചോരയൊന്നും അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. മനസ്സിലാവോ? അവന്റെ ദിവ്യരക്തത്തിന്റെ ശക്തി, അവൻ അർപ്പിച്ച യാഗത്തിന്റെ പരിണത ഫലം ദൈവത്തിന്റെ മുമ്പിൽ അർപ്പിച്ചു എന്ന് മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ. ചേർത്ത് പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് ഇനി നീ സ്വർഗത്തിൽ പോവാന്ന് ചോദിച്ചാൽ നിനക്ക് യേശുവിനോട് വ്യക്തിബന്ധമുണ്ടെങ്കിൽ ചങ്കി കൈവച്ച് നിനക്ക് പറയാം, ഞാൻ യേശുവിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ അകത്ത് കയറും.
എൻ്റെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാലാണ് ഞാൻ അകത്ത് പോകുന്നത്. ഞാൻ പാവപ്പെട്ടവന് കഞ്ഞിയും കറിയും മേടിച്ചു കൊടുത്തുകൊണ്ടോ പാവപ്പെട്ടവന് മുണ്ടും ഷർട്ടും മേടിച്ചു കൊണ്ടെടുത്തുകൊണ്ടല്ല നീ സ്വർഗത്തിൽ പോകുന്നത്. അപ്പോൾ അത് നിന്റെ ക്രെഡിറ്റ് ആയിട്ട് മാറും. നിന്റെ ക്രെഡിറ്റ് അല്ല, യേശുവിൻ്റെ രക്തം മൂലം. ഒന്നുകൂടെ വായിക്കൂ. അപ്പോൾ തലയ്ക്ക് അകത്ത് വീണ്ടും കയറും. ഒന്നുകൂടെ വായിച്ചേൻ 10:19 എൻ്റെ സഹോദരരെ, യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യം ലഭിക്കുന്നു. പിന്നെ വായിക്കൂ, തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. അതെന്താ തൻ്റെ ശരീരമാകുന്ന വിരി? ഇങ്ങോട്ട് നോക്കൂ, ഈ വിരിയില്ലേ, ഈ വിരി യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ഇവിടെ കിടക്കുന്ന വിരി മുകൾ മുതൽ താഴെ വരെ കീറിപ്പോയി എന്ന് എഴുതിയിരിക്കുന്നു അല്ലേ? അത് ഈ വിരിയാണ് കീറിപ്പോയേ. മനസ്സിലാവുണ്ടോ? ആ വിരി താഴേന്ന് മുകളിലേക്കല്ല കീറിയേ. താഴേന്ന് മുകളിലേക്ക് കീറിയിരുന്നെങ്കിൽ ആളുകൾ പറയും അത് ആരോ വലിച്ചു കീറിയതാന്ന് പറയും. ഇത് മുകളിൽ നിന്ന് താഴേക്ക് കയറിയത്. മാത്രമല്ല, ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു ആ തുണിയുടെ ഒരറ്റത്ത് ഒരു കുതിരയെ കെട്ടി അങ്ങോട്ട് തിരിച്ചു നിർത്തുക, ആ തുണിയുടെ ഈ വശത്ത് ഒരു കുതിരയെ നിർത്തി ഇങ്ങോട്ട് തിരിച്ചു നിർത്തുക. എന്നിട്ട് കുതിരയെ കൊണ്ട് വലിപ്പിച്ചാൽ ആ തുണി കീറില്ല. കാരണം ആ തുണിക്ക് 3.5 ഇഞ്ച് കനം മുതലാണ് അങ്ങോട്ട് കട്ട് ചെയ്യണം. ഭയങ്കര കട്ടിയിലാണ് ഇരിക്കുന്നത്. ആ തുണി കീറത്തില്ല. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ആ തുണി മുകളിൽ നിന്ന് താഴേക്ക് കീറിപ്പോയി. എന്ന് പറഞ്ഞാൽ ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും ഡിവൈഡ് ചെയ്തിരിക്കുന്ന കർട്ടൻ കീറിപ്പോയി. ഇത് 2 മുറിയും കൂടെ ഇപ്പൊ എന്തായി തീർന്നു? ഒന്നായി തീർന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യേശു കുരിശിൽ മരിക്കുമ്പോഴാണ് കീറിയത്. തന്റെ ശരീരം കീറി മുറിഞ്ഞു പോയപ്പോൾ ഈ കർട്ടൻ കീറുന്നു. ഈ കർട്ടൻ ഒരു നിഴലാണ്. എന്തിന്റെ നിഴൽ? തന്റെ എന്താ ബൈബിൾ എഴുതിയാണ്? തന്റെ ശരീരമാകുന്ന എഴുതി നോക്കിയൻ, ശരീരമാകുന്ന വിരി. അപ്പൊ ഈ വിരി എന്തിന്റെ പ്രതീകമാണ്? യേശുവിന്റെ കുരിശുമരണത്തിന്റെ, തന്റെ ശരീരത്തിന്റെ പ്രതീകമാണ് ആ വിരി. യേശു കുരിശിൽ മരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കർട്ടൻ കീറുന്നത്? തന്റെ ശരീരം കീറുമ്പോൾ ഈ കർട്ടൻ കീറി. അപ്പോൾ ഈ കർട്ടൻ യേശുവിന്റെ ശരീരത്തിന്റെ പ്രതീകമാണ്. താൻ കീറി മുറിക്കപ്പെട്ടപ്പോൾ വിശുദ്ധ സ്ഥലത്തേക്ക് ഇനി മഹാപുരോഹിതന് കൊല്ലത്തിൽ ഒരിക്കലല്ല കയറേണ്ട, പിന്നെയോ ഇത് രണ്ടും ഒന്നാക്കി മാറ്റി. ദൈവം പറയുന്നു, കയറി വാടാ മകളെ. ഏതോ സിനിമയിൽ പറയുന്നതാണ്, കയറി വാടാ മകളെ, അകത്തേക്ക് കയറി വരാൻ. ഇത്ര നാൾ കയറി വരാൻ പറ്റില്ലായിരുന്നു, കാരണം നിന്റെ പാപം തടസ്സമായിരുന്നു. മാത്രമല്ല, യേശു കുരിശിൽ മരിച്ചിട്ടില്ലായിരുന്നു. ഇന്നിതാ അവൻ കാൽവരിയിൽ യാഗമായി തീർന്നിരിക്കുന്നു. എന്നിട്ട് നമ്മോട് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും പറയ്, എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ ശാന്തശീലന് വിനീത ഹൃദയമാകയാൽ നിങ്ങൾ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. ഐ വിൽ ഗിവ് യു റെസ്റ്റ്, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരാം. ഇങ്ങോട്ട് കയറി വരാൻ പറയുന്നു. പക്ഷെ നമ്മൾ എന്ത് പറയുന്നു? നമ്മൾ പറയുന്നു, അയോഗ്യമാനസനാണു, ഇങ്ങോട്ട് കയറി വാടാ. നീ അയോഗ്യനാണെന്നറിയാം, നിനക്ക് പാപമുണ്ടെന്നറിയാം. എന്നാൽ നിന്റെ പാപത്തിന് വേണ്ടി യേശു കാൽവരിയിൽ യാഗമായി തീർന്നിരിക്കുന്നു. നിന്റെ എല്ലാ മാരക പാപങ്ങളെയും പരിഹരിക്കാൻ അവൻ ക്രൂശിൽ യാഗമായിരിക്കുന്നു. അവന്റെ രക്തം അത് ചെയ്തിരിക്കുന്നു. നീ നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവന്റെ കരത്തിൽ പിടിച്ച് അകത്തേക്ക് കയറി വരാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ടൊരു സന്തോഷമില്ലല്ലോ ബ്രദറെ, കാനഡയ്ക്ക് പോകാൻ വല്ല വഴിയുണ്ടോ? ഇതാണ് കുഴപ്പം. ആദ്യം നിത്യതയ്ക്ക് പോകാനുള്ള വഴി ശരിയാക്ക്. അപ്പോൾ പറ, കാനഡയ്ക്ക് പോകാനുള്ള വഴി ശരിയാക്ക്. ആദ്യം ഈ മെയിൻ റൂട്ട് ശരിയാക്ക്. വൈദികർക്ക് വേണ്ടി ഒരു വിശുദ്ധനായ അച്ഛനുണ്ട്. ആരാണ്? ജോൺ മരിയ വിയാനി. അദ്ദേഹം പിന്നെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. വലിയ അറിവും പാണ്ഡിത്യൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിനെ പിന്നെ ആർസ് ഇടവകയിലേക്ക് നിയോഗിച്ചു. കൊള്ളില്ലാത്തൊരു ഇടവകയായിരുന്നു. ഏതായാലും അച്ഛനെ കൊണ്ടൊരു ഗുണമില്ലാതെ പിന്നെ പുള്ളിക്കാരൻ അവിടേക്ക് വിടാൻ വിചാരിച്ചു. ആള് പണ്ടത്തെ ട്രങ്ക് പെട്ടിയൊക്കെ ചുമന്ന് അവിടേക്ക് പോകുമോ ഈ വഴി അറിയാതെ വിഷമിച്ചപ്പോൾ ഒരു കുട്ടി വരുന്നു. ആ കുട്ടിയോട് ചോദിച്ചു, മോനെ ആർസിലേക്കുള്ള വഴി പറഞ്ഞുതരാമെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി ചോദിച്ചു, ആർസിലേക്കുള്ള വഴി പറഞ്ഞാൽ എനിക്ക് എന്ത് തരും? അപ്പോൾ അച്ഛന് മനസ്സിലായി, ഇവൻ ഈ അവിടുത്തെ ആ നാട്ടുകാരൻ തന്നെ, അല്ലാതെ ഇത്രയും വഷളാവാൻ യാതൊരു വഴിയില്ലെന്ന് മനസ്സിലായി. ആർസിലേക്കുള്ള വഴി പറഞ്ഞു തന്നാൽ എനിക്ക് എന്ത് തരും? അച്ഛൻ പറഞ്ഞു, ആർസിലേക്കുള്ള വഴി നീ എനിക്ക് പറഞ്ഞു തന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ആ കുട്ടിയാണ് അച്ഛനെ വഴി കാണിച്ചെന്ന് പറയുന്നത്. ഇതുപോലെ സ്വർഗത്തിലേക്കുള്ള വഴി, നിനക്ക് നിത്യജീവൻ കരസ്ഥമാക്കാൻ യേശു കാൽവരിയിൽ യാഗമായിരിക്കുന്നു. നീ എന്ത് ചെയ്യണം? അവനിൽ വിശ്വസിക്കുന്ന, ബാക്കി പറ, ഒരുവനും നശിച്ചു. കണ്ടോ, നീ ചെയ്യേണ്ട കാര്യം, നിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന റെസ്പോൺസ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന റെസ്പോൺസ്, നീ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവരിയിൽ കശാപ്പുശാലയിലെ മൃഗത്തെ പോലെ കീറി മുറിക്കപ്പെട്ടു, അവനെ ഞാൻ വിശ്വസിക്കുന്നു, അവനിൽ ഞാൻ ആശ്രയിക്കുന്നു. ക്രിസ്തുവേ, നിന്റെ ചങ്കിലെ ചോര കൊണ്ട് എന്നെ കഴുകണമേ. എൻ്റെ കണ്ണുകളെ, എൻ്റെ കാതുകളെ, എൻ്റെ നാവിനെ, എൻ്റെ ലൈംഗികതയെ, എൻ്റെ ഹൃദയത്തെ, എന്നെ മുഴുവനായി നിന്റെ ചങ്കിലെ ചോര കൊണ്ട് കഴുകണം, കഴുകണം, കഴുകണം എന്ന് നീ കൂടെ കൂടെ പ്രാർത്ഥിക്കണം. അപ്പോൾ നിന്റെ അശുദ്ധികളെല്ലാം മാറും. അപ്പോൾ കർത്താവ് പറയും, കയറി വാടാ മോനെ, യേശുവിന്റെ രക്തമാണ് നിന്റെ അകത്തേക്ക് കയറ്റുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
ഒരു ശക്തിയില്ലല്ലോ. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ പാപങ്ങൾക്കും അവൻ ക്രൂശിൽ പരിഹാരം ചെയ്തു. വായിക്കൂ, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം 2-ാം വാക്യം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം എവിടെയാണ്? ബൈബിളിന്റെ അവസാന ഭാഗത്താണ്. സുവിശേഷമല്ല, ലേഖനം. പേജ് നമ്പർ 361, 361. ബൈബിളിന്റെ അവസാന ഭാഗത്ത് 361. യോഹന്നാൻ എഴുതിയ ലേഖനങ്ങൾ മനസ്സിലാകണമെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലുള്ള 2 അബദ്ധ സിദ്ധാന്തങ്ങൾ പഠിക്കണം. ഒന്ന് നോസ്റ്റിസിസം എന്ന അബദ്ധ സിദ്ധാന്തം, 2 ഡോസറ്റിസം. നോസ്റ്റിസവും ഡോസറ്റിസം പഠിക്കാതിരുന്നാൽ ഈ യോഹന്നാന്റെ ലേഖനം ഒന്നും മനസ്സിലാവില്ല. വെറുതെ വായിക്കാമെന്ന് മാത്രം. പക്ഷെ അതൊന്നും ഞാൻ പറയാനാളല്ല ഇപ്പോൾ, അതിനുള്ള സമയമല്ല. പക്ഷെ ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 2-ാം വാക്യം. 1 യോഹന്നാൻ 2-ന്റെ 2-ാം വാക്യം വായിക്കണേ. 1 യോഹന്നാൻ 2-ന്റെ 2-ാം വാക്യം വായിക്കൂ. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. ഒന്നുകൂടെ വായിക്കാമോ? അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, പിന്നെയോ നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. മനസ്സിലായോ? നമ്മുടെ എല്ലാ പാപങ്ങൾക്കും യേശു ക്രിസ്തു കാൽവരിയിൽ പരിഹാരം ചെയ്തു. ഇത് സന്തോഷ വാർത്തയാണോ ദുഃഖ വാർത്തയാണോ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ ഇത് സന്തോഷ വാർത്തയാണോ ദുഃഖ വാർത്തയാണോ? ഇതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല വിശേഷം. നിങ്ങൾ ഇങ്ങനെയാണെങ്കിലോ കേൾക്കുന്നത്, നിന്റെ അപ്പനും അപ്പൂപ്പനും ചെയ്തതൊക്കെ നീ അനുഭവിക്കാതെ ഇവിടുന്ന് പോവില്ല. ഇത് സുവിശേഷമാണോ സുവിശേഷം അല്ലയോ? നിങ്ങൾ പറ. ഇതെങ്ങനെയാ സുവിശേഷമാവാ? നല്ല വിശേഷമാണോ? ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ കടബാധ്യത ഇല്ലാത്തവർ വളരെ കുറവാണ്. ഗവൺമെന്റ് തന്നെ കടബാധ്യതയിലാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു സുഹൃത്ത് പറഞ്ഞു, എന്റെ ബ്രദറെ, കേരളം തന്നെ കടത്തിൽ മുങ്ങിയിരിക്കുക, പിന്നെ നമ്മുടെ 10 ലക്ഷം എന്തൊന്നു ഒന്നുമില്ല എന്നാ പറയുന്നത്. അതൊരാശ്വാസമാണ്. വേറൊരാൾ പറഞ്ഞു, കടമൊന്നും പേടിക്കേണ്ട കാര്യമില്ല, കയറും കഴുക്കോലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കണേന്ന്. അത് വേറെ തരത്തിലുള്ള ആശ്വാസമാണ്. കയറും കഴുക്കോലും എന്തിനാണ്? തൂങ്ങി മരിക്കാൻ. അങ്ങനെയുള്ള വിരുദ്ധന്മാരുണ്ട്. ഞാനതൊന്നുമല്ല പറയുന്നത്. നമുക്ക് കുറച്ച് 10-20 ലക്ഷം കടമുണ്ടെന്ന് കരുതിക്കോളൂ. കൊറോണയുടെ സമയത്ത് ഒരു കാര്യം നടന്നില്ല, കടം കൂടി, പലിശ അടയ്ക്കാൻ പറ്റില്ല, ആകെ എല്ലാം ജപ്തി ചെയ്യുന്ന കെട്ടായി. മാനേജർ പലവട്ടം വിളിക്കണം. ഒരു ദിവസം നമ്മളവിടെ ചെന്നിട്ട് SBIയിലെ മാനേജർ സാറിനോട് പറഞ്ഞു, സാറേ ഡേവിസ് എന്നാണ് പേര്, ഒരു നിവൃത്തിയില്ല. സാറേ പറഞ്ഞപ്പോൾ, നീ എന്തെങ്കിലും പലിശ കൊണ്ടടക്കി ജപ്തി ഒഴിവാക്കാൻ? ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാം സാറേ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുന്ന് ഭാര്യയുടെ എന്തൊക്കെ പണയം വെച്ച് കുറച്ച് കാശൊക്കെ കൊണ്ടുപോയി. അപ്പം മാനേജർ, സാറേ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നില്ല ഡേവിസ്, തൻ്റെ പാസ്ബുക്ക് ഒന്ന് അങ്ങനെ പറഞ്ഞറിഞ്ഞുകൂടാ, ഒന്ന് അടിച്ചു നോക്കട്ടെ. അങ്ങനെ വീട്ടുപേരും ഈ ലോണിൻ്റെ നമ്പറൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ആൾ പറഞ്ഞു, ഡേവിസ് എന്നല്ലേ പേര്? അതെ. നിങ്ങൾ ഇപ്പോൾ 25 ലക്ഷം ആയല്ലോ അത്. പക്ഷെ ഇത് ക്ലോസ് ചെയ്തല്ലോ 3 ദിവസം മുമ്പ്. ഇല്ല, ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ല. എൻ്റെ വീട്ടുപേര് നോക്കിയാൽ ഇല്ല, ഇത് ക്ലോസ് ചെയ്തു. 25 ലക്ഷവും പലിശ അടച്ച് ക്ലോസ് ചെയ്തു. നിങ്ങൾ ഡോക്യുമെന്റ്സും കൊണ്ടുപോക്കോളൂ. സാറേ ഞാൻ അടച്ചിട്ടില്ല, നിങ്ങൾക്ക് തെറ്റിയതായിരിക്കും. എടത് ആരോ എന്ന് അടച്ചു, ആരാത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളുടെ എല്ലാം അടച്ചു തീർന്നു, നിങ്ങൾ ഡോക്യുമെന്റ്സും കൊണ്ടുപോക്കണം പറഞ്ഞു. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഇന്നസെന്റ് ഒരു സിനിമയിൽ അടിച്ചു മോളെ എന്ന് പറഞ്ഞ് തലചുറ്റി താഴെ വീഴുന്നുണ്ട്, കണ്ടിട്ടില്ലേ നിങ്ങൾ? അതുപോലെ ഇരിക്കും. ഇതാണ് യേശു നിനക്ക് വേണ്ടി ചെയ്തത്. നിന്റെ എല്ലാ പാപങ്ങൾക്കും അവൻ പരിഹാരം ചെയ്തിരിക്കുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും. മനുഷ്യൻ ചെയ്തതും ചെയ്യാനിരിക്കുന്നതും നിങ്ങൾ ഓർത്ത് നോക്കിയാൽ എന്ത് വൃത്തികെട്ട പാപങ്ങളിലൂടെ നമ്മൾ പോയി. പുറത്ത് പറയാൻ പറ്റുന്ന പാപങ്ങളാണോ? ഇതിന് മുഴുവൻ ദൈവം, പിതാവായ ദൈവം, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൻ, പിതാവായ ദൈവം തൻ്റെ മടിയിലിരുന്ന തൻ്റെ വത്സലപുത്രനെ കുരിശിലേക്ക് ഒരു കൈ കൊണ്ട് തള്ളിയിട്ടു. എന്നിട്ടോ കുരിശിൽ മരിക്കാൻ അവനെ വിട്ടുകളഞ്ഞു. മാലാഖമാർ കണ്ണുപൊത്തി നിന്നിട്ടുണ്ടാവും. മാലാഖമാർക്ക് അനങ്ങാൻ പറ്റില്ല. മിഖായിലിന് അനങ്ങാൻ പറ്റോ? യേശുവിനെ അടിക്കുമോ? അനങ്ങാൻ പറ്റില്ല. അവിടെ നിന്ന് ഓർഡർ കിട്ടണം. ലാത്തി ചാർജിനെ പോലീസുകാരെ നിൽക്കുന്ന കണ്ടോ? വടിയും കൊണ്ട് പോലീസുകാരെ തെറി പറഞ്ഞാൽ അനങ്ങാൻ പറ്റില്ല. പക്ഷെ സീനിയർ ഓഫീസർ ചാർജ് എന്നൊരു വാക്ക് പറഞ്ഞുണ്ടല്ലോ, കണ്ടോ? കാണാൻ തന്നെ ഞാൻ പോയിട്ട് ആട്ടിയിട്ട പൂരമാണ്. പിന്നെ അടിച്ച് പൊളിക്കും അവര്. പക്ഷേ മിഖായിലും ഗബ്രിയേലും നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ. എന്തിന്? ദൈവത്തിന്റെ വത്സലപുത്രനെ ഇങ്ങനെ തല്ലാനും കൊല്ലാനും വിട്ടുകൊടുത്തിരിക്കുന്നു. അവർ കണ്ണുപൊത്തി നിന്നിട്ടുണ്ടാവും. ദൈവത്തിന്റെ പുത്രനെ പിതാവായ ദൈവം കുരിശിലേക്ക് ഒരു കൈ കൊണ്ട് തള്ളിയിട്ടു. എന്നിട്ടോ മറുകൈ കൊണ്ട് നമ്മളെ മുഴുവൻ അവന്റെ മാറോട് ചേർത്ത് പിടിച്ചു. ഇതാണ് കേട്ടോ കുരിശു മരണം. നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ, നമ്മൾ നരകത്തിന് അർഹരായി തീരാതിരിക്കാൻ തൻ്റെ പുത്രനെ ക്രൂശ് മരണത്തിന് ഏൽപ്പിച്ച് അവൻ്റെ മറുകൈ കൊണ്ട്, പിതാവിൻ്റെ മറുകൈ കൊണ്ട് നമ്മെ മാറോട് ചേർത്ത് പിടിച്ചതാണ് പിതാവായ ദൈവം. ആ ദൈവം തൻ്റെ പുത്രനെ കൊലയ്ക്ക് കൊടുത്തെങ്കിൽ, എൻ്റെ ദൈവമേ നിന്റെ പുത്രനെ എനിക്ക് വേണ്ടി യാഗമാക്കിയല്ലോ, ഇനി ഞാൻ പാപത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് നിന്റെ പാപമേറ്റ് പറഞ്ഞ് യേശുവിനെ നീ അനുഗമിച്ചാൽ മാത്രം മതി.
നിനക്ക് ഈ നാട്ടിലെത്താം. എവിടേക്കെത്താം? അതിവിശുദ്ധ സ്ഥലത്ത് അവസാനിക്കാത്ത കാലത്തോളം നിത്യതയിൽ നിന്നെ ചേർക്കാൻ ദൈവം തയ്യാറാണ്. ഇതാണ് സുവിശേഷം. അങ്ങനെ എനിക്ക് മനസ്സിലായിരിക്കുന്നത്. വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയേ, അല്ലാതെ എൻ്റെ അപ്പനും അപ്പൂപ്പനും ചെയ്തതിനൊക്കെ നീ അനുഭവിക്കുന്നു പറയുന്നത് എവിടത്തെ സുവിശേഷമാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് സുവിശേഷമല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അവൻ്റെ കാൽവരിയിലെ യാഗമാണ്. ഇതാണ് അതിൻ്റെ എസൻസ്. ഇത് കളഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ബൈബിളിൽ. ഇതാണ് യാഗമരണം. ഈ യാഗമരണത്തിലൂടെയാണ് മനുഷ്യന് രക്ഷ കിട്ടേണ്ടത്. നിന്റെ ഭാഗത്ത് എന്താണ് ചെയ്യേണ്ടത്? യേശുവിൽ വിശ്വസിക്കുക, യേശുവുമായി ബന്ധം സ്ഥാപിക്കുക, യേശുവിനോട് ഏകീഭവിക്കുക. ഒരു സ്ത്രീ പുരുഷന്മാർ വിവാഹത്തിലൂടെ ഒന്നായി തീരുന്നത് പോലെ, അല്ലെങ്കിൽ പുഴ ഒഴുകി കടലിൽ ചേരുന്നത് പോലെ, അല്ലെങ്കിൽ രണ്ട് ലോഹങ്ങൾ ഒഴുകി ഒന്നായി തീരുന്നത് പോലെ നീയും നിന്റെ ദൈവവും ഒന്നായി തീരുക. അതിനെയാണ് ബൈബിൾ ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ നിന്റെ ചോന്ന മെഴുതിരിയും കറുത്ത മെഴുതിരിയോ പച്ച മെഴുതിരിയും കത്തിക്കുന്നതല്ല, നീ മുട്ടുകുത്തി എഴയുന്നതല്ല, നീ പൂ കൊണ്ടു കൊടുക്കുന്നതല്ല, നിന്റെ കാഴ്ച വസ്തു വെക്കുന്നതല്ല. ഇതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് തിരിയുടെ ആവശ്യമുണ്ടോ? തിരി കത്തിക്കുന്നതുകൊണ്ട് വിരോധമല്ല പറയാം. നിങ്ങളൊന്ന് ഓർത്തേൻ, ഈ സൂര്യനില്ലേ, സൂര്യൻ്റെ വലുപ്പം ഞാനൊന്ന് പറയാം. നമ്മൾ ജീവിക്കുന്ന ഭൂമിയില്ലേ, ഈ ഭൂമിയെ സൂര്യൻ്റെ അകത്തെടുത്ത് വെക്കാം, പിന്നെയും സ്ഥലമാണ്. ഒരു ഭൂമിയെ കൂടി എടുത്തു വെച്ച് 2 ഭൂമി, പിന്നെയും സ്ഥലമുണ്ട്. 100 ഭൂമി എടുത്തു വെച്ച് സൂര്യൻ്റെ ഉള്ളിൽ, പിന്നെയും സ്ഥലമുണ്ട്. 1000 ഭൂമികളെ സൂര്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചു, പിന്നെയും സ്ഥലമുണ്ട്. 1,00,000 ഭൂമികളെ സൂര്യൻ്റെ ഉള്ളിൽ വെച്ചു, പിന്നെയും സ്ഥലമുണ്ട്. എന്നാൽ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ എത്ര ഭൂമിയെ സൂര്യൻ്റെ ഉള്ളിൽ വെക്കാമെന്നോ? 13 ലക്ഷം ഭൂമികളെ. നമ്മൾ ജീവിക്കുന്ന ഇതുപോലത്തെ 13 ലക്ഷം ഭൂമികളെ സൂര്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കാം. ആ സൂര്യൻ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്തോട് പറയണേ, ഇത്രയും വലിയ സൂര്യനെ കത്തിച്ച് ദൈവത്തോട് പറയണേ, ഞാൻ തിരി കൊണ്ടുവരാട്ടോ, നീ പ്രസാദിക്കണമെന്ന്. തലച്ചോറിൻ്റെ സ്ഥാനത്ത് ചാണകവെള്ളം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. നീ കത്തിക്കുന്നതുകൊണ്ട് വിരോധമല്ല പറയുന്നത്. ദൈവത്തിനാവശ്യം നിന്റെ കൊച്ചു ഹൃദയത്തിൽ ഇടം തരാമോ? ഞാനൊന്ന് വസിച്ചോട്ടെ അവിടെ. നീ എന്നെ സമ്മതിക്കാമോ? നിന്റെ അശുദ്ധിയും തിന്മകളും ലഹരികളും നിന്റെ തെറ്റായ മാർഗത്തിലൂടെ സെക്സ് ആസ്വദിക്കുന്നതൊക്കെ വിട്ടുകളഞ്ഞ് നീ എൻ്റെ അടുക്കിലേക്ക് വരോ? ഞാൻ നിന്റെ ഉള്ളിലൊന്ന് വസിക്കട്ടെ. ഇത് മാത്രം മതി ദൈവത്തിന്. അപ്പോൾ കാണാം നമ്മൾ അനുഗ്രഹീതരാകുന്നത്. വിശുദ്ധ കുർബാനയിൽ ഒരു വാക്കില്ലേ, എന്താണ്? സകല നന്മകളുടെയും പിന്നെ സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവം. നീ ആഗ്രഹിക്കുന്ന നന്മ, സൗഭാഗ്യം, അതിൻ്റെയൊക്കെ ഉറവയാണ് ദൈവം. എല്ലാറ്റിൻ്റെയും ഉറവ. പണത്തിൻ്റെ പുറകെ വെറുതെ പരക്കം പായരുതിട്ടോ. വെറുതെ ജീവിതം കളയണ്ട. പണത്തിൻ്റെ പുറകെ പരക്കം മാഞ്ഞ് എന്തിനും ജീവിതം പാഴാക്കണം? ജീവിക്കാൻ പണം വേണം, അല്ലാതെ ജീവൻ നിലനിർത്താൻ മതി പണം. അല്ലാതെ പണത്തിന് വേണ്ടി ജീവിക്കരുത്. ഊണും ഉറക്കമില്ല. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? ആളുകളുടെ വിചാരം സെക്സിലാണ് സന്തോഷം. തോന്നലാണ്. നമ്മുടെ ഒന്നും വെച്ചിട്ടില്ല അവിടെ, നമുക്ക് തോന്നാണ്. പക്ഷേ നമ്മുടെ കർത്താവിലാണ് ആനന്ദം, പരമാനന്ദം, ഡിവൈൻ ബ്ലിസ്. ഇത് അവിടെയാണ് മാത്രം കിട്ടുക. അത് ഈ ഭൂമിയിൽ ആസ്വദിക്കാതെ അതിൻ്റെ പരിസമാപ്തിയിൽ നമുക്കതിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ സാധിക്കാതെ ജീവിതം നഷ്ടപ്പെടുത്തുന്നതിന് യേശുവിൻ്റെ രക്തമാണ് ഇതെല്ലാം ചെയ്തു തരുന്നത്. വായിക്കാം, തുടർന്ന് നമുക്ക് നോക്കാം. ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. ഹെബ്രായ ലേഖനം 10:19 ഒന്നുകൂടെ വായിച്ചാൽ. അത് വിട്ടുകളഞ്ഞു അല്ലേ? വിട്ടുകളഞ്ഞ് പോട്ടെ, അടുത്ത വാക്യം എടുക്കുക. എഫേസ് ലേഖനം 1:7 വാക്യം. എഫേസോസ് 1:7 വാക്യം ഒന്ന് എടുത്തേ. എഫേസ് ലേഖനം 1-ാം വാക്യം. നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവരുന്നു. ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവരുന്നു. രക്തം, യേശുവിന്റെ രക്തമാണ് രക്ഷ കൊണ്ടുവരുന്നത്. അതിന്റെ 2:13 വാക്യം വായിക്കും. 2:13 എഫേസോസ് 2:13. എഫേസ് ലേഖനം വേർഡ് ബൈ വേർഡ് ആയിട്ട് നമ്മൾ ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. വൈകിട്ട് 9 മണി മുതൽ 10 മണി വരെ 4 വർഷമായിട്ട്. ആ 4 വർഷമായിട്ട് പങ്കെടുക്കുന്ന ആളുകൾ എഫേസ് ലേഖനം ഓരോ വരി വീതം പഠിച്ചിട്ടുള്ള ആളുകളാണ്. എഫേസ് ലേഖനത്തിന്റെ ഓരോ വരികളും വേർഡ് ബൈ വേർഡ് ആയിട്ട് ആഴത്തിൽ വർഷങ്ങൾ കൊണ്ടാണ് കേട്ടോ പഠിച്ചെടുത്താണ്. എഫേസ് ലേഖനം, ഗലേഷ്യൻസ്, ഫിലിപ്പിയർക്ക് ലേഖനം, ഫിലമോന്റെ ലേഖനം, പഴയ നിയമത്തിലെ റൂത്തിന്റെ പുസ്തകം, എന്തുമാത്രം പുസ്തകങ്ങളെ പിന്നിട്ടേന്നറിയോ ബൈബിൾ ക്ലാസ്സിൽ വരുന്നവരെ? 1 മണിക്കൂർ വെച്ച്, ഒരു ദിവസം 2 മണിക്കൂർ വെച്ച് ഈ പുസ്തകത്തിൽ നിങ്ങൾ ചെലവഴിച്ചാൽ, ഒരു ദിവസം 2 മണിക്കൂർ വെച്ച്, ആ ഫോൺ കാണലൊന്ന് അവസാനിപ്പിച്ചാൽ മതി, 2 മണിക്കൂർ വെച്ച് ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ ബൈബിളിൽ ഡോക്ടറേറ്റ് എടുത്ത ആളെ നിങ്ങൾ കവച്ചു വെച്ചിരിക്കും. യാതൊരു തർക്കമില്ല. പക്ഷെ ഡോക്ടറിനൊരു പദവി ഉണ്ടാവില്ല എന്നുള്ളൂ. അവരുടെ അപ്പുറം കടന്നു പോകും. യാതൊരു തർക്കവുമില്ല. നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും മാത്രം അറിഞ്ഞാൽ ഇത് വായിക്കാം. ഇനി എഴുതാനും വായിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ കാതൊന്നും കൊടുത്താൽ മതി, വളരെയധികം വളർന്നു പോകും. അങ്ങനെയാണ് ദൈവവചനത്തിന്റെ കളി. കർത്താവ് കൊണ്ടുകിടന്ന ആൾക്കാർ PhD-കാരായിരുന്നല്ലോ. പത്രോസും യോഹന്നാനൊക്കെ PhD-കാരല്ലായിരുന്നേ? ഒന്നും അറിയില്ല, മീൻപിടുത്തക്കാരല്ലേ? ആണ് നമ്മുടെ ഭാഗ്യം. എത്ര അറിവ് കുറഞ്ഞവനും എത്ര വിദ്യാഭ്യാസമുള്ളവനും എത്ര പ്രായം കൂടിയവനൊക്കെ ഇത് പഠിക്കാൻ പറ്റും. ദാഹം ഉണ്ടാവണമെന്ന് മാത്രം. ദാഹമില്ലെങ്കിൽ കാര്യമില്ല. കാണാപ്പാടം പഠിച്ചിട്ടും കാര്യമില്ല. ചെല്ലു കാണാപ്പാടം പഠിക്കാൻ ശ്രമിക്കും. കുട്ടികൾക്ക് പയറ്
കറി വെച്ച് കൊടുത്തു, നല്ല പയറുമണി. പിറ്റേ ദിവസം കുട്ടി മുറ്റത്തിരുന്ന് അപ്പിയിട്ടപ്പി ആ പയറുമണിയായിട്ട് പോകണം. അപ്പം അമ്മ പറഞ്ഞു, ദേണ്ടോ ഇന്നലത്തെ പയറുമണി കിടക്കുന്നു. അങ്ങനെ കാണാപ്പാടം പഠിച്ചാൽ പയറുമണിയായിട്ട് പോകും. അങ്ങനെയുള്ളവർ പറഞ്ഞേ ഹല്ലേലൂയ. അതെ, അപ്പോൾ ആ പയറുമണിയായിട്ട് പോകരുത്, അത് മനസ്സിൽ പിടിക്കണം. അത് പിടിക്കണമെങ്കിൽ ചില ഉപാധികളൊക്കെ ഉണ്ട്, സാരില്ല, പോട്ടെ. അപ്പോൾ നമുക്ക് വായിക്കാം. ഏതാണ് വായിക്കുന്നത്? 2:13 വാക്യം, എഫേസ്യ ലേഖനം 2:13 വാക്യം. എന്താണ് എഴുതിയിരിക്കുന്നത്? എന്തെന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്നു, പാപമൂലം നമ്മൾ ദൈവത്തിൽ നിന്ന് അകലെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവന്റെ രക്തം വഴി നമ്മൾ സമീപസ്ഥരായിരിക്കുന്നു. യേശുവിന്റെ കുരിശുമരണത്തിലെ ആ രക്തത്തിലാണ് ആശ്രയിക്കേണ്ടത്. ആളുകളുടെ തെറ്റിദ്ധാരണ എന്താണോ, ഞാൻ എപ്പോഴും പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കും ബ്രദറെ, ഭയങ്കര കരുണയുള്ള ആളാണ് ഞാൻ. നല്ല കാര്യം. അതുകൊണ്ട് നിനക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ കയറാൻ പറ്റുമെങ്കിൽ അടുത്ത ചോദ്യം വരും, എന്താ? അപ്പൊ പിന്നെ യേശു കുരിശിൽ മരിക്കേണ്ട കാര്യമില്ലല്ലോ. ആ സൽപ്രവൃത്തി പ്രധാനപ്പെട്ടതാണ്. എപ്പോൾ? യേശുക്രിസ്തുവിന്റെ രക്തം വഴി ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം നിന്റെ ഉള്ളിൽ നിന്ന് സൽപ്രവൃത്തി ധാരാളം ഉണ്ടാകട്ടെ. അതിന് ദൈവം സമ്മാനം തരും നിനക്ക്. അല്ലാതെ അതുകൊണ്ട് നിനക്ക് അകത്ത് കയറാൻ പറ്റില്ല. യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യം ഉണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. അവിടെ യേശുവിന്റെ രക്തം മൂലമല്ല, സൽപ്രവർത്തികൾ മൂലം നിനക്ക് കയറാൻ പറ്റുന്ന എഴുതിയാൽ ഓക്കെ. അങ്ങനെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ദൈവമുണ്ടാക്കിയ വ്യവസ്ഥ ഇതാണ്. ഈ ബാങ്കിൽ ചെന്ന് ഒരു ബംഗാളിയായിട്ടുള്ള മനുഷ്യൻ, പത്രത്തിൽ നിങ്ങൾ വായിച്ചു, ആധാർ കാർഡ് കൊണ്ടുകൊടുത്തിട്ട് സാറിനോട്, സാറ് 2 ലക്ഷം ലോൺ വേണമെന്ന് പറഞ്ഞു. ആ സാർ പറഞ്ഞു, ആധാർ കാർഡല്ല വേണ്ടേ, ആധാരമാണ് വേണ്ടേ. ബാങ്ക് പറയുന്ന ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാതെ ലോൺ കിട്ടില്ല. നമുക്ക് തോന്നണ് ആധാർ കാർഡ് കൊടുത്താൽ മതി എന്ന്. ഇതുപോലെ നമുക്ക് തോന്നണം നമ്മൾ അത്യാവശ്യം നല്ല പുള്ളിയാണ്, സൽക്കർമ്മങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പോവും, പാരമ്പര്യമായിട്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. അങ്ങനെ വിചാരിക്കരുത് കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. പിന്നെ ഞാൻ എൻ്റെ മോനെ അച്ഛനാവാൻ വിട്ടുണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ കയറുന്നു, തെറ്റിദ്ധാരണയും വേണ്ട കേട്ടോ. ആരെ നിങ്ങൾ ആർക്ക് കൊടുത്താലും അവര് യേശുക്രിസ്തുവായിട്ടുള്ള രക്തത്തിൽ ആശ്രയിച്ച് ജീവിച്ചാൽ അവര് പോവും. ഭാര്യയും ഭർത്താവും ഒന്നാണ്. എന്നാ പിന്നെ ഭർത്താവ് മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി, ഭാര്യ കഴിക്കേണ്ട. ഒന്നല്ലേ, വിശപ്പ് മാറോ? അല്ല, തീറ്റയുടെ കാര്യം അങ്ങനെയല്ല ബ്രദർ, അത് അപ്പനെ. ഇത് രക്ഷയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പോ പ്രിയപ്പെട്ടവർ, അവനവൻ സ്വന്തമാക്കണം യേശുവിനെ, എന്നാൽ മാത്രമേ രക്ഷയുടെ അനുഭവം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്നു നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തു രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോ നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞല്ലെങ്കിൽ ആളുകൾക്ക് ഇങ്ങനെ തോന്നില്ല, എങ്ങനെ ഈ യേശുവിന്റെ രക്തം കിട്ടും? ന്യായമായിട്ടൊരു സംശയം ഉണ്ടാവും. യേശുവിന്റെ രക്തം എങ്ങനെ നമുക്ക് സ്വന്തമാക്കാം? ബൈബിൾ എന്ത് പറയുന്നു നോക്കുക. റോമാലേഖനം 3-ാമത്തെ അധ്യായം 25-ാം വാക്യം. വിശ്വാസം വഴി വായിക്കണേ. വിശ്വാസം വഴി, റോമാലേഖനം 3:25, വിശ്വാസം വഴി സംലബ്ധമാകുന്ന. ആ വാക്ക് വായിക്കാൻ വിഷമാണല്ലേ. പല്ലിൽ കമ്പിയിട്ടവർ വായിക്കരുത്, വെപ്പുവല്ലുള്ളവർ വായിക്കരുത്, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. വായിച്ചോളൂ. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നമുക്കായി നിശ്ചയിച്ചു തന്നു. എന്താണ് അർത്ഥം? വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമ്പോൾ, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ, യേശുക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി, അവന്റെ രക്തം എനിക്ക് വേണ്ടി ചൊരിഞ്ഞു എന്ന് ഞാൻ വിശ്വസിച്ചാൽ മതി. യേശുവേ, നീ എനിക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായല്ലോ, നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ രക്തത്തിന്റെ ശക്തി വന്ന് നമ്മളെ കഴുകും. അതാണ് പറയുന്നത് വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം. വിശ്വാസം വഴി കറണ്ട് കിട്ടോ? കറണ്ട് കിട്ടില്ല അല്ലെ, അതിന് കാശ് അടയ്ക്കണം കേട്ടോ. ഫോണിന്റെ ബില്ലോ വിശ്വാസം വഴി കിട്ടില്ല, ബില്ല് അടയ്ക്കണേ, ചാർജ് ചെയ്യണം, ഫോൺ ചാർജ് ചെയ്യണം. എന്നാൽ യേശുവിന്റെ രക്തം സൗജന്യമാണ്. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം. നീ വിശ്വസിച്ചാൽ മതി. നീ ഇങ്ങനെ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ പറയണം, കർത്താവ് നിന്റെ രക്തം കൊണ്ട് ആ കലത്തിന്റെ മൂട് കരിയൊക്കെ കഴുകും, കർത്താവ് ഇതുപോലെയാണ് എൻ്റെ ഹൃദയം, നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ. കുളിക്കാൻ നേരത്ത് സോപ്പൊക്കെ ഇടുമ്പോൾ എന്നെ കഴുകണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം അല്ലെ. മുറ്റടിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, യേശുവേ നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ. അതാണ് പ്രാർത്ഥന. അതിനിപ്പോൾ മുട്ടുകുത്തണമെന്നില്ല മാഷേ. നല്ല തടിയുള്ളവരോട് മുട്ടുകുത്താൻ പറ്റുന്ന അവർക്ക് പറ്റുമോ? മുട്ടിന് വേദനയുള്ളവർക്ക് പറ്റുമോ? നീ എവിടെങ്കിലും ഇരുന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നടക്കുമോ, യേശുവേ നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, നിന്റെ രക്തം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഇങ്ങനെ പറയാറിഞ്ഞൂടെ? ആത്മാർത്ഥമായി പറയാ. അപ്പോൾ അവന്റെ രക്തം നമ്മെ കഴുകും. മാത്രമല്ല, നമ്മുടെ പാപങ്ങൾ മാത്രമല്ല, നമ്മുടെ രോഗങ്ങളെല്ലാം വിട്ടുപോകുന്ന അനുഭവം ഉണ്ടാവും. യേശുവിന്റെ രക്തം കിട്ടാനുള്ള ഉപാധി ബൈബിൾ പഠിപ്പിക്കുന്നത് എന്താണ്? വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം. ഇങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. മനസ്സിലായവർ പറഞ്ഞേ ഹല്ലേലൂയ.
തലയ്ക്കകത്ത് കയറോ? ഈ പറയുന്നതൊക്കെ മനസ്സിൽ കയറുന്നുണ്ടോ? ഞാൻ ബൈബിളിലെ ഒരു പ്രതീകം കൂടി കഴിച്ചിട്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇത് അവസാനിക്കില്ല. യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് 3-4 ദിവസത്തെ ധ്യാനം എടുക്കാൻ ഞാനത് 1 മണിക്കൂറിലേക്ക് ഇങ്ങനെ ഒതുക്കാൻ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. 8 മണിക്ക് ഞാൻ നിർത്തിപ്പോവും, കാരണം എനിക്ക് മറ്റൊരു ക്ലാസ് ഉള്ളതുകൊണ്ട് 8:30ക്കാണ് അവസാനിപ്പിക്കേണ്ടത്. പക്ഷേ എനിക്ക് അല്പം നേരത്തെ പോകണം. ശരി, അപ്പോൾ നമുക്ക് 8:30 ഭക്ഷണം കിട്ടുള്ളൂ. അതുകൊണ്ട് 8 മണിക്കാന്ന് പ്രതീക്ഷിക്കരുതേ, അതും കൂടി ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ബ്രെഡാ രാവിലെ കഴിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. വൈറ്റിക്ക് പോകാനും പ്രയാസം, വൈറ്റിൽ നിന്ന് പോകാനും പ്രയാസം. അപ്പോൾ നമുക്ക് ഈ വചനം തന്നെ കേട്ടിരിക്കാം. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം ചെല്ലും മനസ്സിൽ പറഞ്ഞ് ഈ പിശാച് എന്തിനാ ഇപ്പം ഇത് പറഞ്ഞേ, അപ്പം ഞങ്ങൾ കേട്ടോളല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അത് ഭക്ഷണത്തിൻ്റെ കാര്യം. പിന്നെ പ്രാർത്ഥിക്കാം, കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞായി മാറ്റിയതുപോലെ എന്തെങ്കിലും പരിവർത്തനം നടത്തണേന്ന് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ മാറിക്കിട്ടായിരിക്കാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമുക്ക് നോക്കാം, ഒരു ഭാഗം നോക്കാം. ലേവ്യ പുസ്തകം 13:45. ലേവ്യ പുസ്തകം 13:45. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ. ബൈബിളിലെ 3-ാമത്തെ പുസ്തകമാണ് ലേവ്യ പുസ്തകം. ലേവ്യ പുസ്തകം മനസ്സിലായാൽ മാത്രമേ ഹെബ്രായ ലേഖനം മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ഹെബ്രായ ലേഖനം മനസ്സിലായാലാ ലേവ്യ പുസ്തകം മനസ്സിലാവുള്ളൂ. തമ്മിൽ കണക്ഷൻ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ പിടികിട്ടില്ല. അപ്പൊ ലേവ്യ പുസ്തകം 13:45 പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലേവ്യ പുസ്തകം മനസ്സിലാക്കാനായിട്ട് സംശയം വരും. ലോഗോസ് ക്വിസിനൊക്കെ ഒരു പ്രാവശ്യം ഉണ്ടായതാ. ദഹനബലി, ധാന്യബലി, പാപപരിഹാര ബലി, മൃഗത്തെ കഴുത്തറുത്ത് കൊല്ലണം, തൊലി പൊളിക്കണം, കഷ്ണമാക്കണം, കത്തിക്കണം. എൻ്റെ ദൈവം ഇത് എന്തൊക്കെയാണെന്ന് ചിന്തിക്കും. കശാപ്പ് വേശാലയാണെന്ന് തോന്നിപ്പോവും. പക്ഷെ ആത്മീയ അർത്ഥം മനസ്സിലായാൽ രസകരമാണ്. ആത്മീയ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ കോട്ടുവായിട്ട് വശകേടാവും. ശരി, വായിക്കാമോ? 13:45. കുഷ്ഠരോഗിയെ കുറിച്ചുള്ള നിയമം. കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽചുണ്ട് തുണി കൊണ്ട് മറക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. പിന്നെയോ രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ്. പിന്നെയോ അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം. ഏകനായി വസിക്കണം. കുഷ്ഠമുള്ള ആള് തനിച്ച് താമസിക്കണം, ഏകനായി. മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖം എന്താണോ? ഏകാന്തത. എനിക്ക് ആരുമില്ല. അത് വന്നാൽ ആണ് ഏകാന്തത. ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ചിലർക്ക് ഏകാന്തത ഫീൽ ചെയ്യും. ഏറ്റവും വലിയ സങ്കടം ഏകാന്തതയാണ്, ആരുമില്ല എന്നുള്ളത്. എന്നാൽ യേശു നിനക്കുണ്ടെങ്കിലോ ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. നമ്മൾ യേശു ഉണ്ടെങ്കിൽ നമ്മൾ അനാഥരല്ല, സനാഥരാണ്. കുഷ്ഠരോഗി ഉള്ള ആള് മുടി ചീകാൻ പാടില്ല. മേൽചുണ്ട് തുണി കൊണ്ട് മറയ്ക്കണം എന്ന് പറഞ്ഞ അർത്ഥം അറിയോ? മേൽചുണ്ട് തുണി കൊണ്ട് മാസ്ക് ധരിക്കണം എന്നാണ് ഈ പറഞ്ഞത്. കൊറോണയ്ക്ക് ശേഷമല്ലേ നമ്മൾ മാസ്ക് ധരിക്കാൻ തുടങ്ങി. അതായത് രോഗാണു വായിലൂടെ പകരുമെന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബൈബിൾ പറഞ്ഞു വെച്ചു. ആണ് രോഗി വാ മൂടിക്കെട്ടണം, മേൽചുണ്ട് തുണി കൊണ്ട് മറയ്ക്കണം, അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയണം. അവൻ പാളയത്തിന് വെളിയിലൊരു പാർപ്പിടത്തിൽ താമസിക്കണം. പാളയം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം അടുത്തുള്ള സ്ഥലമാണ്. അവിടെ പോയി താമസിക്കണം എന്നല്ല. ചില അങ്ങനെയൊക്കെ ചിന്തിക്കും. പാതാളം എന്ന് പറയുമ്പോൾ ആലുവ അടുത്ത്, അവിടെയാണല്ലേ പോവാ പാതാളം. എൻ്റെ ഭാഷ ആ പാതാളമല്ല, പാതാളം വേറെ. പാതാളത്തിന് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വേറെയാണ്. അപ്പം അതിലേക്കൊന്നും ഞാൻ പോകാനായിട്ട് സമയമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ നമ്മൾ കാണുന്നത് കുഷ്ഠരോഗിയെ കുറിച്ചുള്ള നിയമമാണ്. കുഷ്ഠം വന്നാൽ വിരലെല്ലാം മുറിഞ്ഞു പോകും. കുഷ്ഠത്തിന്റെ അണു എന്നിൽ പ്രവേശിച്ച 20 കൊല്ലം വരെ കുഷ്ഠത്തിന്റെ രോഗാണുവിന് ഇങ്ങനെ ഒളിച്ചിരിക്കാൻ കഴിവുണ്ട്. ഡോർമെന്റ് ആയിട്ടിരിക്കുക, ആക്റ്റീവ് അല്ല. പക്ഷെ ആള് കുഷ്ഠരോഗിയാണ്. ആളെ പലരായിട്ട് സംസർഗം പുലർത്തുമ്പോൾ ഈ രോഗാണുക്കൾക്ക് അവർക്കൊക്കെ കിട്ടുകയും ചെയ്യും. ഇതുപോലെയാണ് പാപവും. പാപം, കുഷ്ഠരോഗം വന്നാൽ നമ്മൾ വൈരൂപ്യമുള്ളവരാവും. മൂക്കെല്ലാം മഴുകിപ്പോവും, ചുണ്ടെല്ലാം മഴുകിപ്പോവും, സെൻസേഷൻ നഷ്ടപ്പെടും. നമ്മൾ ആരെങ്കിലും തൊട്ടാലോ ചൂടുവെള്ളം വീണാൽ പോലും നമ്മൾ അറിയില്ല. ഇതുപോലെയാണ് പാപം. അത് പാപത്തിന്റെ നിഴലാണ് കുഷ്ഠം. പാപം വന്നാൽ നമ്മൾ വൈരൂപ്യമുള്ളവരായി തീരും. നമ്മുടെ ആന്തരിക സൗന്ദര്യം നഷ്ടപ്പെടും. ജോളി ചേച്ചിനെ മറന്നിട്ടില്ലല്ലോ, 5-6 ആളെ കാലപുരുക്കി വിട്ടത്. ഓർമ്മയുണ്ടോ? അത് തന്നെ. ജോളി ചേച്ചി മാത്രമല്ല, ജോളി ചേട്ടന്മാരും ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. പാപം നമ്മളെ വൈരൂപ്യമുള്ളവരാക്കും. പാപം നമ്മളെ ഒന്നും അറിയാത്തവരാക്കി മാറ്റും. ഉത്തരവാദിത്ത ബോധമില്ലാത്ത ആളാക്കി മാറ്റും. പാപത്തിന്റെ നിഴലുകളാണ് ഈ കുഷ്ഠം എന്ന് പറയുന്നത്. എന്നാൽ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു കാര്യം പഠിക്കാനുണ്ട്. 14 ഒരു അധ്യായം 14, ലേവ്യ പുസ്തകം 14 2 മുതൽ വാക്യങ്ങൾ നോക്കൂ. ലേവ്യ പുസ്തകം ഇപ്പൊ 13 എടുത്തേ, തൊട്ടൊരു പേജ് മറിച്ചാൽ കാണാം. 14 3 മുതൽ വാക്യം. 14 3 മുതൽ വാക്യം. പുരോഹിതൻ പാളയത്തിന് പുറത്തു പോയി അവനെ പരിശോധിക്കണം. പിന്നെയോ രോഗി സുഖം പ്രാപിച്ചെന്ന് കണ്ടാൽ, കുഷ്ഠരോഗി സുഖം പ്രാപിച്ചെന്ന് കണ്ടാൽ 2 പക്ഷികൾ, ശുദ്ധിയുള്ള 2 പക്ഷികൾ, ദേവദാരു, ചെമന്ന നൂല്, ഇസോപ്പ് ചെടി എന്നിവ കൊണ്ടുവരാൻ നിർദ്ദേശിക്കണം. ഒരു മൺപാത്രത്തിൽ ശുദ്ധമായ ഉറവ വെള്ളമെടുത്ത് പക്ഷികൾ ഒന്നിനെ അതിന്മീതെ വെച്ച് കൊല്ലാൻ പുരോഹിതൻ കൽപ്പിക്കണം. ദേവദാരു, ചെമന നൂൽ, ഇസോപ്പ് ചെടി എന്നിവ ജീവനുള്ള പക്ഷിയോടൊപ്പം
ഉറവ വെള്ളത്തിന് മീതെ വെച്ച് കൊന്ന പക്ഷിയുടെ രക്തത്തിൽ മുക്കണം. പിന്നെ പുരോഹിതൻ ആ രക്തം കുഷ്ഠരോഗത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടവന്റെ മേൽ 7 പ്രാവശ്യം തെളിക്കണം. അതിനുശേഷം അവനെ ശുദ്ധിയുള്ളവനായി പ്രഖ്യാപിക്കുകയും ജീവനുള്ള പക്ഷിയെ തുറസായ സ്ഥലത്തേക്ക് പറപ്പിച്ചു വിടുകയും വേണം. ഇനി ഇങ്ങോട്ട് നോക്കൂ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. ഇങ്ങോട്ട് നോക്കൂ. അതായത് കുഷ്ഠരോഗി സുഖപ്പെട്ടാൽ, ആ കുഷ്ഠരോഗ കോളനിയിലുള്ള ഒരു രോഗി സുഖപ്പെട്ടു. എങ്ങനെയാ സുഖപ്പെട്ടെ? പുരോഹിതനല്ല സുഖപ്പെടുത്തിയത്, ദൈവം അവനെ സുഖപ്പെടുത്തി. അപ്പൊ അവിടെ കൂടെയുള്ള ആളുകൾ കരയാൻ തുടങ്ങി ഒച്ചത്തിൽ, അയ്യോ ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ സുഖപ്പെട്ടേ. കൈ വിരലെല്ലാം ശരിക്കും വന്നു, ചുണ്ടെല്ലാം മഴുകിപ്പോയത് ശരിയായി വന്നു. ആളുകൾ അത് ഒച്ചയുണ്ടാക്കി. ആ ശബ്ദം പുരോഹിതന്റെ കാതിൽ കേട്ടു. പുരോഹിതൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരും. എന്നിട്ടോ ഇവന്റെ അടുക്കലേക്ക് ചെല്ലും. പുരോഹിതൻ പരിശോധിച്ചു നോക്കും. കുഷ്ഠം മാറിയെന്ന് കണ്ടാൽ അവനെ കൊണ്ടുവരും കുഷ്ഠരോഗ കോളനിയിൽ നിന്ന്. എന്നിട്ട് ആ കുഷ്ഠരോഗി ചില സാധനങ്ങൾ കൊണ്ടുവരണം. 2 പക്ഷികളെ കൊണ്ടുവരണം, 2 പക്ഷികളെ. പിന്നെയോ ദേവദാരു കൂറ്റൻ മരമാണ്, അതിൻ്റെ ഒരു കഷ്ണം കൊണ്ടുവരണം. ഹിസോപ്പ് തണ്ട്, മഷിത്തണ്ട് പോലെ ദുർബലമാണ്, അത് കൊണ്ടുവരണം. ചുവന്ന നിറത്തിലുള്ള നൂല് കൊണ്ടുവരണം. എന്നിട്ടോ ഒരു പക്ഷിയെ കുടത്തിൽ, ഒരു മൺപാത്രത്തിൽ ഉറവ വെള്ളമുണ്ട്, അതിൻ്റെ മുകളിൽ വെച്ച് കഴുത്തറത്ത് കൊല്ലണം. അതിൻ്റെ ചോര ഈ വെള്ളത്തിലേക്ക് ഞെക്കി ഞെക്കി ഒഴിക്കണം. എന്നിട്ടോ ആ ചത്ത പക്ഷി അവിടെ ഇടുന്നു, ജീവനുള്ള പക്ഷിയെ പിടിച്ചു. അതിൻ്റെ കൂടെ ആ ഹിസോപ്പ് തണ്ട്, പിന്നെയോ ചുമന്ന നൂല്, പിന്നെയോ ആ ദേവദാരിൻ്റെ കഷ്ണം എല്ലാം കൂട്ടിപ്പിടിക്കും ജീവനുള്ള പക്ഷിയെ. ശ്രദ്ധിക്കണേ. എന്നിട്ട് ഈ ചോര വെള്ളത്തിലേക്ക് ഈ പക്ഷിയെ മുക്കിയെന്ന് കരുതുക. ഈ പക്ഷി വെള്ള നിറമുള്ള പക്ഷിയാണെങ്കിൽ ഇപ്പൊ ചുമന്ന നിറായി. ആ പക്ഷിയെ പിടിച്ചിട്ട് മുമ്പിൽ നിൽക്കുന്ന കുഷ്ഠരോഗിയുടെ മേൽ 7 പ്രാവശ്യം അങ്ങനെ തെളിക്കും. 7 പ്രാവശ്യം തെളിച്ചു കഴിഞ്ഞിട്ട് കുഷ്ഠരോഗിയോട് പറയും ശുദ്ധനായി. എന്നിട്ട് പക്ഷിയെ പറപ്പിച്ചു വിടും. പക്ഷി അങ്ങനെ പറന്ന് പോകുമ്പോൾ, രക്തം ഇറ്റിറ്റ് വീണ് അത് പറന്നു പോകുമ്പോൾ ഇസ്രായേലിലെ കുട്ടികൾ അത് കാണുമ്പോൾ അവർ അപ്പയോട് അമ്മയോട് ചോദിക്കും, അതെന്താ പക്ഷിയുടെ ശരീരത്തിൽ നിന്ന് രക്തം വീണേ? ബൈബിൾ അറിയാവുന്ന അമ്മ പറഞ്ഞു കൊടുക്കും, വേദം അറിയാവുന്ന അമ്മ പറഞ്ഞു കൊടുക്കും, ഒരു കുഷ്ഠരോഗിയെ ശുദ്ധീകരിച്ചിട്ട് പറന്നു പോകുന്നതാണ്. എന്താണ് അതിലെ പാഠം? കേൾക്കൂ. കൊല്ലപ്പെട്ട കിളി നമുക്ക് വേണ്ടി യാഗമായ യേശുവാണ്. പറന്നു പോകുന്ന കിളി ഞാനും നിങ്ങളുമാണ്. യേശുവിന്റെ രക്തത്തിൽ മുക്കിയെടുത്താൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പറക്കാൻ പറ്റൂ. കൊല്ലപ്പെട്ട കിളി ക്രിസ്തുവാണ്, പറന്നു പോകുന്ന കിളി ഞാനും നിങ്ങളുമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് പറക്കണമെങ്കിൽ യേശുവിന്റെ രക്തത്താൽ മുക്കപ്പെടണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഇരുന്നു കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാത സമയത്തെ ഓർത്ത് നന്ദി പറയുന്നു. നിന്റെ രക്തത്താൽ കഴുകപ്പെടുവാൻ, നിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുവാൻ, നിന്റെ രക്തത്താൽ അതിവിശുദ്ധ സ്ഥലമായ നിത്യതയിൽ എത്തിച്ചേരുവാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തെ തൃപ്പാദങ്ങളിൽ അർപ്പിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിന്റെ രക്തത്താൽ ഞങ്ങൾ എല്ലാവരെയും കഴുകി ശുദ്ധീകരിക്കണമേ. അവിടുത്തെ രക്തത്തിന്റെ വീണ്ടെടുപ്പിന്റെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായ ദൈവപുരുഷ, അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. അവിടുത്തെ ചങ്കിൽ കൊണ്ടു നടക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.